أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. കഴിഞ്ഞ ഞായറാഴ്ച അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ UK ജൽസ സാലാനയ്ക്ക് തിരശ്ശീല വീണു. വളരെ ഐശ്വര്യപൂർണവും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ പ്രകടമാക്കുന്നതുമായ 3 സുദിനങ്ങളായിരുന്നു അവ. ആ 3 ദിവസങ്ങളിൽ അള്ളാഹു നമുക്കുമേൽ അവൻ്റെ അളവറ്റ അനുഗ്രഹങ്ങൾ ചൊരിയുകയുണ്ടായി. കൂടാതെ എല്ലാ അർത്ഥത്തിലും ജൽസയെ അനുഗ്രഹപൂർണമാക്കുകയും അത് ഭംഗിയായി പര്യവസാനിക്കുകയും ചെയ്തത് അവൻ്റെ മഹത്തായ ഔദാര്യമാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ കാലാവസ്ഥയും അനുകൂലമായിരുന്നു. എല്ലാ പരിപാടികളും വളരെ വിജയകരമായി പരിസമാപ്തി കുറിക്കുകയുണ്ടായി. ജൽസയിലെ മുഖ്യ കാര്യപരിപാടികളായിരുന്ന പ്രസംഗങ്ങൾക്കും മറ്റു പരിപാടികൾക്കും പുറമെ വിവിധ വകുപ്പുകൾ തയ്യാറാക്കിയ തബ്ലീഗുപരവും വൈജ്ഞാനികവുമായ പ്രദർശനങ്ങൾ, എക്സിബിഷനുകൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അന്യരിൽ വളരെ നല്ല സ്വാധീനമുളവാക്കി. കൂടാതെ മിക്ക അഹമ്മദികൾക്കും അത് മുഖേന തങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കാൻ അവസരം ലഭിക്കുകയുണ്ടായി. അതുപോലെ MTA-യും ജൽസയിലെ കാര്യപരിപാടികളുടെ ഇടവേളകളിൽ വിവിധതരം വൈജ്ഞാനിക പരിപാടികൾ സംപ്രേക്ഷണം ചെയ്യുകയുണ്ടായി. അതും ആളുകളിൽ നല്ല മതിപ്പുളവാക്കി. മറ്റ് രാജ്യങ്ങളിലുള്ള അഹമ്മദികളും ഇത് വളരെയധികം ഇഷ്ടപ്പെടുകയുണ്ടായി. മറ്റ് രാജ്യങ്ങളിൽ നിന്നും MTA വഴി കാണുന്നവരും ഇഷ്ടപ്പെട്ടു. ഇതിൽ നിന്നും ധാരാളം പുതിയ കാര്യങ്ങൾ അറിയാൻ സാധിച്ചു. കൂടാതെ MTA ഈ വർഷം ലോകത്തിലെ ഏകദേശം 56 രാജ്യങ്ങളിലെ 119 കേന്ദ്രങ്ങളുമായി ജൽസയെ ബന്ധിപ്പിച്ചു. ഇക്കാര്യം ഞാൻ മുമ്പും ജൽസയുടെ അവസാന ദിവസം പറഞ്ഞതാണ്. ഈ ബന്ധത്തിലൂടെ ഇരുവശത്തുമുള്ള ആളുകൾക്ക് പരസ്പരം കാണാൻ കഴിഞ്ഞു. ഞങ്ങൾ ഇവിടെ UK-യിൽ നിന്ന് അവരെ കണ്ടു, മറ്റു രാജ്യങ്ങളിലുള്ളവരെ കണ്ടു. അവർ അവിടെ നിന്ന് ഞങ്ങളെ നേരിട്ട് കണ്ടു. അവർ കേൾക്കുന്നത് വെറും TV സംപ്രേഷണം മാത്രമായിരുന്നില്ല, മറിച്ച് നേരിട്ടുള്ള ബന്ധവും സാധ്യമായിരുന്നു. അത് വളരെ ആഴമേറിയതും നല്ലതുമായ ഒരു സ്വാധീനമുണ്ടാക്കി. ഈ സ്വാധീനം ഇവിടെ സന്നിഹിതരായ ആളുകളിൽ മാത്രം പരിമിതമായിരുന്നില്ല. ഇവിടെയുള്ള ആളുകൾ ഇത് വളരെ ഇഷ്ടപ്പെട്ടു എന്നു മാത്രമല്ല, വിവിധ രാജ്യങ്ങളിലിരുന്ന് ജൽസ കേൾക്കുന്നവരുടെ വികാരങ്ങളും ഇതുപോലെ തന്നെയായിരുന്നു. അവർക്ക് ജൽസയുടെ പന്തലിൽ ഇരുന്ന് ജൽസ കേൾക്കുന്ന പ്രതീതി ഉണ്ടാകുകയുണ്ടായി. അവർക്ക് ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറത്തായിരുന്നിട്ടും ഇപ്രകാരം അള്ളാഹു അവർക്ക് ജൽസ കേൾക്കാനുള്ള അവസരം നൽകി. അവർ സ്വയം ഇവിടെ സന്നിഹിതരാണെന്ന് അവർക്ക് അനുഭവപ്പെട്ടു. അതുകൊണ്ട് ഈ ആധുനിക കണ്ടുപിടുത്തങ്ങൾ മുഖേന ലോകത്തിലുള്ള എല്ലാ അഹമ്മദികളെയും ഒരുമിച്ച് കൂട്ടിയത് അഹമ്മദിയ ജമാഅത്തിന് ലഭിച്ച അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹങ്ങളിൽ പെട്ടതാണ്. അങ്ങനെ ഉമ്മത്തെ വാഹിദ
ഏക സമൂഹമാകുന്ന ഒരു കാഴ്ച ലോകത്ത് മറ്റെവിടെയും കാണാൻ സാധിക്കുകയില്ല. ഈ വർഷം പൊതുവെ ക്രമീകരണങ്ങൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വളരെ മികച്ചതാണെന്ന് മിക്ക ആളുകളും അഭിപ്രായപ്പെടുകയുണ്ടായി. കൂടാതെ പലരും ഇക്കാര്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇവിടെ പങ്കെടുത്തവരും അതുപോലെ വിവിധ രാജ്യങ്ങളിൽ TV-യിൽ പരിപാടികൾ കണ്ടവരും സമാന അഭിപ്രായക്കാരായിരുന്നു, സമാന ചിന്താഗതിക്കാരായിരുന്നു. ഒരു പ്രത്യേക അന്തരീക്ഷം ഉണ്ടായിരുന്നു. ഇതെല്ലാം അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹാതിരേകമാണ്. ജൽസയിൽ അള്ളാഹുവിൻ്റെ സവിശേഷമായ അനുഗ്രഹങ്ങൾ വർഷിക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും അസാധാരണമാം വിധം അനുഭവപ്പെടുകയുണ്ടായി. അള്ളാഹു പറയുന്നു, നിങ്ങൾ അവൻ്റെ നന്ദിയുള്ള ദാസന്മാരായി തീരുക. നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കുമേൽ എൻ്റെ അനുഗ്രഹങ്ങൾ അധികമായി ചൊരിയുന്നതാണ്. കൂടുതൽ അനുഗ്രഹങ്ങൾ ഞാൻ നിങ്ങളിൽ വർഷിക്കുന്നതാണ്. ഏതുപോലെ എന്നാൽ അള്ളാഹു പറയുന്നു, ല ഇൻ ശക്കർത്തും ല അസീദന്നക്കും. അതായത് നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ, നന്ദിയുള്ളവരായി മാറുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കൂടുതലായി നൽകുന്നതാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് കൂടുതൽ അവകാശികളാകാൻ നന്ദി കാണിക്കേണ്ടതും അനിവാര്യമാണ്. അള്ളാഹു തന്നെക്കുറിച്ച് സ്വയം പറഞ്ഞു, ഇന്നല്ലാഹ ഷാക്കിറുൻ അലീം. അതായത് നിശ്ചയമായും അള്ളാഹു വളരെ വിലമതിക്കുന്നവനും സർവജ്ഞനുമാണ്. അള്ളാഹുവിന് വേണ്ടി ശുക്ർ എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ അത് വിലമതിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് പ്രയോഗിക്കപ്പെടുന്നത്. അപ്പോൾ അള്ളാഹു നന്ദിയുള്ളവരെ വിലമതിക്കുന്നവനാണ്. തൽഫലമായി അള്ളാഹു അവരെ കൂടുതൽ അനുഗ്രഹിച്ചരുളുന്നു. അള്ളാഹു മാലിക്കാണ്, ഉടമസ്ഥനാണ്. അവന് ദാസന്മാരോട് നന്ദി പറയേണ്ട കാര്യമില്ല. മറിച്ച് അവരെ വിലമതിക്കുന്നത് ദാസന്മാർ കാണിക്കുന്ന ഈ നന്ദിയെ മാനിക്കുന്നതാണ്. അതുകൊണ്ട് അവന് അറിവും ഉണ്ട്. ആരാണ് യഥാർത്ഥ നന്ദിയുള്ളവൻ എന്ന കാര്യത്തിൽ അവന് അറിവുണ്ട്. നന്ദി യഥാർത്ഥ നിലയിലുള്ളതാണെങ്കിൽ, സത്യപൂർണമാണെങ്കിൽ അവൻ കൂടുതൽ അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. ഇത് വെറും വാക്കുകളായി മാറരുത്, മറിച്ച് നന്ദി വികാരം ഒരു പ്രത്യേകമായ നിലയിൽ സംജാതമാകണം. അള്ളാഹു തൻ്റെ അനുഗ്രഹത്താൽ ജമാഅത്തിൽ ഈ വികാരം വളരെയധികം സൃഷ്ടിച്ചിട്ടുമുണ്ട്. അള്ളാഹു അതിനെ കൂടുതൽ വർദ്ധിപ്പിക്കുമാറാകട്ടെ. ഇവിടെ പങ്കെടുത്തവരെല്ലാവരും ഓർക്കേണ്ട മറ്റൊരു കാര്യം, അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിക്കുന്ന പോലെ തന്നെ ഇവിടെ ജോലി ചെയ്യുന്ന പ്രവർത്തകർക്കും നിങ്ങൾ നന്ദി പ്രകടിപ്പിക്കേണ്ടതുണ്ട്. അള്ളാഹു പ്രവർത്തകരുടെ ജോലികൾ എളുപ്പമാക്കിയതിലും അവരുടെ ബുദ്ധിമുട്ടുകൾ നീക്കിയതിലും അവരുടെ എല്ലാ ജോലികളിലും പുരോഗതി വരുത്തിയതിലും കൂടുതൽ ആളുകളെ സേവിക്കാൻ അവർക്ക് തൗഫീക്ക് നൽകിയതിലും അങ്ങനെ പങ്കെടുക്കുന്നവർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ലഭിച്ചതിലും മികച്ച സൗകര്യങ്ങൾ ലഭിച്ചതിലും നന്ദി പ്രകടിപ്പിക്കേണ്ടതുണ്ട്. ഈ വർഷം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഞാൻ ജൽസയുടെ അവസാന ദിവസം പറഞ്ഞതുപോലെ 46,000-ത്തിലധികം പേർ ഹാജരുണ്ടായിരുന്നു. മറിച്ച് ലജ്നയുടെ പിന്നീടുള്ള റിപ്പോർട്ട് അനുസരിച്ച് ആ സമയത്ത് അവരുടെ എണ്ണം ശരിയായി കണക്കാക്കിയിരുന്നില്ല. അവർ പിന്നീട് അയച്ച റിപ്പോർട്ട് ഉൾപ്പെടുത്തിയാൽ സ്ത്രീകളും പുരുഷന്മാരും അടക്കം ആകെ പങ്കെടുത്തവരുടെ എണ്ണം 50,000 വരും. കാരണം ലജ്നകൾ പറയുന്നത് ഞങ്ങൾ 25 പേരുണ്ടായിരുന്നു എന്നാണ്. അതിനാൽ അള്ളാഹു എങ്ങനെയാണ് ഈ പ്രവർത്തകർ വഴി അവർക്ക് സൗകര്യങ്ങൾ ഉണ്ടാക്കിയത് എന്നോർത്ത് ഈ പങ്കെടുത്ത 50,000 പേർ നന്ദിയുള്ളവരായിരിക്കണം. അവർക്ക് ഗതാഗത കാര്യത്തിൽ യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടായില്ല. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അവർക്ക് ബുദ്ധിമുട്ടുകൾ നേരിട്ടില്ല. ജൽസയുടെ പരിപാടികൾ കേൾക്കുന്ന കാര്യത്തിലും അവർക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടില്ല. കൂടാതെ അവരുടെ മറ്റ് വിവിധ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുകയും ചെയ്തു. താമസ സൗകര്യവും ഉണ്ടായിരുന്നു, അത് വളരെ പര്യാപ്തവുമായിരുന്നു. അതുപോലെ അതിഥികൾ ജമാഅത്തിൻ്റെ താമസ സ്ഥലങ്ങളിൽ താമസിച്ചപ്പോൾ അവർക്കും മികച്ച സൗകര്യം തന്നെ ലഭിക്കുകയുണ്ടായി. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നടന്ന ഈ ജോലികളിലൊന്നും നമ്മുടെ പ്രത്യേക കഴിവോ മികവോ ഇല്ല,
മറിച്ച് കേവലം അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഒന്ന് മാത്രമാണ് ഉള്ളത്. ജോലി ചെയ്യുന്നവർ നന്ദിയുള്ളവരാകുമ്പോൾ, അതായത് അള്ളാഹു തങ്ങൾക്ക് തൗഫീക്ക് നൽകിയതിലും തങ്ങളുടെ ജോലികൾക്ക് മികച്ച ഫലങ്ങൾ നൽകിയതിലും പ്രവർത്തകർ നന്ദി പ്രകടിപ്പിക്കുന്നത് പോലെ വിവിധ മേഖലകളിൽ നിന്നും വിവിധ വിദ്യാഭ്യാസ നിലവാരമുള്ള അനേകം ആളുകൾ രാപകൽ ഭേദമന്യേ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി മാത്രം സ്വമേധയാ സ്വയം സമർപ്പിച്ചുകൊണ്ട് അവരുടെ ഡ്യൂട്ടികൾ നൽകിയതിൽ പങ്കെടുക്കുന്നവരും നന്ദിയുള്ളവരായിരിക്കണം. വോളണ്ടിയർ ആയിട്ടാണ് അവർ ജോലി ചെയ്തത്. ഞാൻ പറഞ്ഞതുപോലെ പുരുഷന്മാരുടെ ജൽസ സ്ഥലത്തും സ്ത്രീകളുടെ ജൽസ സ്ഥലത്തുമുള്ള വിവിധ വകുപ്പുകളിലെ പ്രവർത്തകരിൽ ആയിരക്കണക്കിന് കുട്ടികളും പെൺകുട്ടികളും ആൺകുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടുന്നു. എല്ലാവർക്കും നിസ്വാർത്ഥമായി സേവനം ചെയ്യാനുള്ള അവസരം ലഭിച്ചു. ഇവരെല്ലാവരും പങ്കെടുത്തവരുടെ നന്ദിക്ക് അർഹരാണ്. അതുപോലെ കാനഡയിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും ധാരാളം ഖുദ്ദാം വന്നിരുന്നു. അവർ ജൽസക്ക് മുമ്പും ജൽസ സമയത്തും സഹായിച്ചു, ശേഷമുള്ള വൈൻഡപ്പ് കാര്യങ്ങളിലും സഹായിക്കുന്നു. അള്ളാഹു അവർക്കും പ്രതിഫലം നൽകട്ടെ. ഒരു ഹദീസിൽ ഇപ്രകാരം വന്നിരിക്കുന്നു: അള്ളാഹു തൻ്റെ ദാസന്മാരോട് പറഞ്ഞു, എൻ്റെ ഇന്ന ദാസൻ നിന്നോട് ഒരു ഔദാര്യം കാണിച്ചു, എന്നാൽ നീ അവനോട് നന്ദി കാണിച്ചില്ല, നന്ദി പറഞ്ഞില്ല. അപ്പോൾ അള്ളാഹുവിനോട് ദാസൻ ചോദിക്കും, അള്ളാഹുവേ, നീയല്ലേ എന്നോട് ഔദാര്യം കാണിച്ചത്? ഞാൻ നിന്നോട് നന്ദി പറയുകയും ചെയ്യുകയുണ്ടായി, ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുമുണ്ട്. അപ്പോൾ അള്ളാഹു പറയും, അല്ല, ആ ദാസനിലൂടെയാണ് ഞാൻ നിന്നോട് ഔദാര്യം കാണിച്ചത്. നിന്റെ ജോലികൾ അങ്ങനെയാണ് നടന്നത്. അതുകൊണ്ട് ആ ദാസനോട് നന്ദി പറയേണ്ടതും അത്യാവശ്യമാണ്. ആയതിനാൽ അള്ളാഹു തനിക്ക് വേണ്ടി ചെയ്യുന്ന ഈ ജോലികളെ വളരെയധികം വിലമതിക്കുന്നു. അവരോട് നന്ദി പറയുക എന്ന് അവൻ പറയുന്നു. കൂടാതെ അള്ളാഹുവിൻ്റെ ദാസന്മാർക്ക് നന്ദിയുള്ളവരായിരിക്കണമെന്നാണ് അവൻ നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അങ്ങനെ പൂർണ്ണമായും നന്ദിയുള്ള ഒരു കൃതജ്ഞതയുടെ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നു. അവിടെ 4 ഭാഗത്തും നന്ദി വാക്കുകളുണ്ടാകും, പ്രകടനങ്ങളുണ്ടാകും. ഇക്കാര്യം നാം എപ്പോഴും ഓർമ്മിക്കേണ്ടതുണ്ട്. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇക്കൂട്ടർ, അതായത് പ്രവർത്തകർ, നന്ദിക്ക് അർഹരാണ്. അന്യരെയും ഇത് വളരെ സ്വാധീനിക്കുന്നു. അവരുടെ വികാരം കാണുമ്പോൾ അവർക്ക് സ്വാധീനമുണ്ടാകുന്നു. കുട്ടികൾ പോലും ഡ്യൂട്ടി ചെയ്യുകയും വെള്ളം നൽകുന്നിടത്തും ഭക്ഷണം പാകം ചെയ്യുന്നിടത്തും അതിഥി സൽക്കാരത്തിലും വിവിധ സ്ഥലങ്ങളിലെ ശുചിത്വ പ്രവർത്തനങ്ങളുമെല്ലാം സന്തോഷത്തോടെ വ്യാപൃതരാകുന്നത് കാണുമ്പോൾ അവർ അത്ഭുതപ്പെട്ടു പോകുന്നു. എനിക്ക് ഒരുപാട് നല്ല പ്രതികരണങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇവിടെ വന്ന അതിഥികളുടെ പല അഭിപ്രായങ്ങളും ഇങ്ങനെയാണ്: ഞങ്ങൾ വിവിധ ജോലികൾ ചെയ്യുന്നവരുടെ അവരുടെ നിത്യവൃത്തിക്കുള്ള ജോലിയെക്കുറിച്ച് അന്വേഷിച്ചു. അവർ ചെയ്യുന്ന രീതി കണ്ടപ്പോൾ അവർ കൂലിപ്പണിക്കാരോ ആയിരിക്കുമെന്ന്, അങ്ങനെയുള്ള തൊഴിലാളികളായിരിക്കുമെന്ന് ഞങ്ങൾ കരുതി. മറുപടി ലഭിച്ചത് എന്താണ്? ഒരാൾ പറഞ്ഞു, ഞാൻ ഒരു സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥനാണ്. മറ്റൊരാൾ പറഞ്ഞു, ഞാൻ അധ്യാപകനാണ്. ഒരാൾ പറഞ്ഞു, ഞാൻ PhD വിദ്യാർത്ഥിയാണ്. ഒരാൾ PhD ബിരുദം നേടിയതായിട്ടുമുണ്ടായിരുന്നു. അതുകൊണ്ട് ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമയുടെ അതിഥികളെ സേവിക്കാനും അള്ളാഹുവിൻ്റെ പ്രീതി നേടാനും വേണ്ടി സ്വയം സമർപ്പിക്കുന്ന ഇത്തരം ആവേശമുള്ള വ്യക്തികൾ ജമാഅത്തിലുണ്ട്. ആയതിനാൽ ഇക്കാര്യം നമ്മോട് ആവശ്യപ്പെടുന്നത് ഇവിടെ പങ്കെടുത്തവരെല്ലാവരും ഈ പ്രവർത്തകരോട് നന്ദിയുള്ളവരായിരിക്കണമെന്നാണ്. കൂടാതെ പ്രവർത്തകരും നന്ദിയുള്ളവരായിരിക്കണം. കാരണം അവർക്ക് വർഷം മുഴുവനും വേണ്ട വിധം തബ്ലീഗ് ചെയ്യാനോ ജമാഅത്തിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കാനോ തൗഫീക്ക് ലഭിക്കുന്നില്ലെങ്കിലും ഇവിടെ ജലസയിൽ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് വിവിധ ആളുകളെ കാണാൻ അവർക്ക് തൗഫീക്ക് ലഭിക്കുന്നു. ഇവിടെ അന്യരും വരുന്നു. വിവിധ രാജ്യങ്ങളിൽ നിന്ന് ജമാഅത്തിനെ കുറിച്ച് വെറും പ്രാഥമികമായി മാത്രം അറിയുന്നവരും വരുന്നു. ഈ അതിഥികൾ അഹമ്മദികൾ പറയുന്നത് പോലെ പ്രവർത്തിക്കുന്നവരാണോ എന്ന് നോക്കിക്കാണാനാണ് ഇവിടെ വരുന്നത്. വിവിധ തൊഴിൽ മേഖലകളിലുള്ള ഈ പ്രവർത്തകർ ഇങ്ങനെ ജോലി ചെയ്യുന്നത് കാണുമ്പോൾ, സാധാരണ തൊഴിലാളികളെ പോലെ ജോലി ചെയ്യുന്നത് കാണുമ്പോൾ അത് അവരിൽ വലുതായ സ്വാധീനം ഉളവാക്കുന്നു. അവർ അത്
പിന്നീട് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതും ഒരു തരത്തിലുള്ള നിശബ്ദമായ തബ്ലീഗാണ്. ഈ അഭിപ്രായ പ്രകടനത്തിന്റെ ചില ഉദാഹരണങ്ങൾ ഞാനിവിടെ അവതരിപ്പിക്കാം. എണ്ണമറ്റ ഉദാഹരണങ്ങളുണ്ട്. അള്ളാഹു എങ്ങനെയാണ് ജനഹൃദയങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നത്. അനേകം ആളുകൾ എനിക്ക് തങ്ങളുടെ അഭിപ്രായം അയച്ചുകൊണ്ടിരിക്കുന്നു. അവരെ ജൽസയിലെ പ്രസംഗങ്ങൾ സ്വാധീനിക്കുന്നതോടൊപ്പം നമ്മുടെ പ്രവർത്തകരുടെ ജോലികളും കുട്ടികളുടെ പെരുമാറ്റവും പോലും അവരിൽ സ്വാധീനം ചെലുത്തുന്നു. അതുകൊണ്ട് ഈ നിശബ്ദ തബ്ലീഗും ഇസ്ലാമിൻ്റെ യഥാർത്ഥ സന്ദേശവുമാണ് അഹമ്മദിയ ജമാഅത്ത് വഴി പൊതുജനങ്ങളിലേക്ക് എത്തുന്നത്. അതുപോലെ ജമാഅത്തിൽ പുതുതായി വരുന്നവർക്കും അതുപോലെ ആദ്യമായി ഇവിടെ വരുന്നവർക്കും ഇത് മുഖേന വളരെയധികം പ്രോത്സാഹനം ലഭിക്കുന്നു. ഇവിടെയുള്ളവർ അവരെ എത്രമാത്രം ബഹുമാനാദരങ്ങളോടെയാണ് സൽക്കരിക്കുന്നത്, അവരോട് എത്രമാത്രം നല്ല നിലയിൽ പെരുമാറുന്നു എന്ന് അവർ കാണുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിന് നമ്മളെല്ലാം അള്ളാഹുവിന് നന്ദിയുള്ളവരായി തീരണം. ഞാൻ പറഞ്ഞതുപോലെ ചിലരുടെ അഭിപ്രായ പ്രകടനങ്ങൾ ഇപ്പോൾ ഞാനിവിടെ അവതരിപ്പിക്കുന്നതാണ്. റോഡ്രിക് ഐലൻഡ് പോലീസ് ഫോഴ്സിൻ്റെ അസിസ്റ്റന്റ് കമ്മീഷണർ മിസ്റ്റർ മനു ജലോജ് മിൽച്ചൻ സാഹിബ് ഇവിടെ വന്നിരുന്നു. അദ്ദേഹം പറയുന്നു, ഞാനൊരു പോലീസ് കമ്മീഷണർ, ഒരു ഡിവിഷണൽ കമാൻഡർ എന്നീ നിലകളിൽ പല സർക്കാർ സാമൂഹിക പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. എന്നാൽ ജൽസയുടെ ദിവസങ്ങളിൽ ഞാനിവിടെ കണ്ടത് വളരെ മാതൃകാപരമായ ഒരു കാര്യമാണ്. സംഘടനയുടെയും അച്ചടക്കത്തിൻ്റെയും ഒരു അമൂല്യ പാഠമായിരുന്നു എനിക്ക് കാണാൻ സാധിച്ചത്. 10,000 സന്നദ്ധ പ്രവർത്തകരുടെ സാന്നിധ്യം ഒരു വിചിത്രമായ സംഗതിയായിരുന്നു, ഒരു അത്ഭുതമായിരുന്നു. എല്ലാവരും മാതൃകാപരമായ അർപ്പണബോധത്തോടെ തോളോട് തോൾ ചേർന്ന് സേവനം ചെയ്തു. ഞാനൊരു സന്നദ്ധ പ്രവർത്തകനെ കണ്ടു. അദ്ദേഹത്തിൻ്റെ കൈക്ക് മുറിവേറ്റ് കെട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടും അദ്ദേഹം വളരെ പുഞ്ചിരിയോടുകൂടിയായിരുന്നു മറ്റുള്ളവരെ സേവിച്ചിരുന്നത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഡോക്ടർമാർ, IT പ്രൊഫഷണലുകൾ, ബിസിനസ്സുകാർ, PhD ഹോൾഡർമാർ എന്നിവരെ കണ്ടു. അവർ വളരെ വിനയത്തോടും ദൃഢനിശ്ചയത്തോടും കൂടി സേവനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. ഞങ്ങളെ ജൽസ സാലാനയിലേക്ക് കൊണ്ടുവന്ന ഡ്രൈവർ ഞാൻ അദ്ദേഹത്തിൻ്റെ തൊഴിലിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് അദ്ദേഹം ബയോ കെമിസ്ട്രിയിൽ PhD എടുത്തിട്ടുണ്ടെന്നാണ്. ഇത് എന്നെ വളരെ ആഴത്തിൽ സ്വാധീനിച്ചു. സ്വന്തം സമുദായത്തിൻ്റെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ഇങ്ങനെയുള്ള അർപ്പണബോധവും വിനയവും ഞാൻ എൻ്റെ ജീവിതത്തിൽ മുമ്പൊരിക്കലും ആരിലും കണ്ടിട്ടില്ല. അദ്ദേഹം തുടർന്ന് പറയുന്നു, പരിപാടി വളരെ മികച്ചതായിരുന്നു. സുരക്ഷാ ക്രമീകരണങ്ങൾ വളരെ മികച്ചതായിരുന്നു. എന്തായാലും എല്ലാ കാര്യങ്ങളും എന്നിൽ ആഴമേറിയതും സ്ഥായി ആയതുമായ ഒരു സ്വാധീനം ചെലുത്തി. ഞാൻ എൻ്റെ രാജ്യത്തേക്ക് മടങ്ങുമ്പോൾ ഇവിടെ നിന്ന് ഞാൻ ഒരുപാട് ഓർമ്മകളുമായാണ് പോകുന്നത്. അവ ഞാൻ എൻ്റെ സഹപ്രവർത്തകരായ പോലീസ് ഉദ്യോഗസ്ഥരുമായും അതുപോലെ എൻ്റെ കുടുംബാംഗങ്ങളുമായും പങ്കിടുന്നതാണ്. ബെൽജിയത്തിൽ നിന്നുള്ള ഒരു അതിഥി മനുഷ്യാവകാശ സംഘടനയായ HRWF പ്രതിനിധിയായ മിസ്റ്റർ സത്തൂർ ജൽസയിൽ പങ്കെടുത്തു. അദ്ദേഹം പറയുന്നു, ഈ അസാധാരണമായ സംഗമത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞത് എനിക്ക് യഥാർത്ഥ സന്തോഷം പ്രദാനം ചെയ്തു. ഇത് വെറും ഒരു അവിസ്മരണീയമായ അനുഭവം മാത്രമല്ല, നിങ്ങളുടെ ഊഷ്മളതയും മികച്ച ആതിഥേയത്വവും കാരണം ഇത് ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തുന്ന അനുഭവമായി മാറി. ആയിരക്കണക്കിന് ആളുകൾ നിരവധി ദിവസത്തേക്ക് പങ്കെടുത്ത് ഇത്രയും വലിയൊരു സംഗമം സംഘടിപ്പിച്ചത് തീർച്ചയായും ഒരു അസാധാരണമായ വിജയമാണ്. സന്നദ്ധ പ്രവർത്തകരുമായി സംസാരിച്ചപ്പോൾ ഓരോ വകുപ്പും എങ്ങനെയാണ് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഒരുക്കങ്ങൾ ആരംഭിച്ചത് എന്ന് എനിക്ക് മനസ്സിലായി. ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുകയും ആളുകൾക്ക് വളരെ വ്യക്തമായ രീതിയിൽ നിർദ്ദേശങ്ങളും പരിശീലനവും നൽകുകയും ചെയ്യുന്നു. സംഘടനാ പാഠവും മാത്രമല്ല, അതിനു പിന്നിലുള്ള ഉദാത്തമായ ധാർമ്മിക അടിത്തറയും എന്നെ ആകർഷിക്കുകയുണ്ടായി. ശിക്ഷണം നൽകുന്നവർ നിയമങ്ങൾ വിശദീകരിക്കുക മാത്രമല്ല, മനുഷ്യരാശിയോടുള്ള സേവനവും വിനയവും ആതിഥ്യമര്യാദയും പോലുള്ള മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട്. ഈ മൂല്യങ്ങൾ ഓരോ ഉത്തരവാദിത്വത്തിലും പ്രകടമായിരുന്നു. കാർ പാർക്കിങ്ങിൽ വഴികാട്ടുന്നവരോ, ശുചിമുറികൾ വൃത്തിയാക്കുന്നവരോ, ഭക്ഷണം വിളമ്പുന്നവരോ,
രജിസ്ട്രേഷൻ ചെയ്യുന്നവരോ അല്ലെങ്കിൽ സുരക്ഷാ പരിശോധന നടത്തുന്നവരോ ആകട്ടെ, ഓരോ വ്യക്തിയും അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ വളരെ അന്തസ്സോടും സഹാനുഭൂതിയോടും കൂടി നിർവഹിക്കേണ്ടേ. ജമാഅത്തിന് പുറമെയുള്ള ഒരു അതിഥി എന്ന നിലയിൽ ഞാൻ വളരെ ഏകോപിതമായ ഒരു സംവിധാനം ഇവിടെ കണ്ടു. ഒരു വലിയ പ്രശ്നമോ തർക്കമോ എനിക്ക് ഈ വേളയിൽ കാണാനോ കേൾക്കാനോ സാധിച്ചിട്ടില്ല. ഇത് നിങ്ങളുടെ ജമാഅത്ത് സമാധാനത്തിൻ്റെയും അഹിംസയുടെയും പ്രായോഗിക പരിശീലനം ആഴത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. കൂടാതെ അദ്ദേഹം പറയുന്നു, ഞാൻ കണ്ട മറ്റൊരു സുപ്രധാനമായ സംഗതി നിങ്ങളുടെ ജമാഅത്ത് വിദ്യാഭ്യാസത്തോടും ബൗദ്ധിക വിദ്യാഭ്യാസത്തോടുമുള്ള ഗൗരവപൂർവമായ സമീപനമാണ് കാഴ്ചവെക്കുന്നത് എന്നാണ്. ജൽസയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികളുടെ പേരുവിവരങ്ങൾ പ്രഖ്യാപിക്കേണ്ടത്. ഈ നടപടി നിങ്ങളുടെ വ്യക്തിഗത വികാസത്തെയും വിജ്ഞാനത്തോടെയുള്ള ആദരവിനെയുമാണ് പ്രതിഫലിപ്പിക്കുന്നത്. ജൽസയിൽ ഞാൻ പലപ്പോഴും യഥാർത്ഥ സഹാനുഭൂതിയുടെ പ്രകടനങ്ങൾ കാണുകയുണ്ടായി. മാതാപിതാക്കളുടെ കുട്ടികളോടുള്ള വാത്സല്യമാകട്ടെ, ഗ്രൂപ്പ് നേതാക്കളുടെ ടീം അംഗങ്ങളോടുള്ള കരുതൽ, കെയർ ആകട്ടെ, സന്നദ്ധ പ്രവർത്തക സ്വമേധയാ സഹായത്തിന് മുന്നോട്ട് വരുന്നത്, അതിഥികളോട് അവർ അപരിചിതരാണെങ്കിൽ പോലും ഞങ്ങൾ നിങ്ങൾക്ക് എന്ത് സേവനമാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നതും, പൊതുവെ ആളുകൾ അവരുടെ ഉത്തരവാദിത്തങ്ങളെക്കാൾ കൂടുതലായി സേവനം ചെയ്യുന്നതും ഞാനിവിടെ കണ്ടു. കൂടാതെ അദ്ദേഹം പറയുന്നു, നിങ്ങളുടെ ജമാഅത്ത് ആത്മീയ നവീകരണത്തോടും ബൗദ്ധിക വിശാലതയോടും ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം ഉളവാക്കുന്ന ആശ്ചര്യം തോന്നി. നിങ്ങളുടെ വിശ്വാസമനുസരിച്ച് ഇന്നും അള്ളാഹു മനുഷ്യരുമായി സംസാരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി. അള്ളാഹു തൻ്റെ ആ സിഫത്ത് ഗുണം ഉപേക്ഷിച്ചിട്ടില്ല, മറിച്ച് നല്ല നേതൃത്വത്തിലൂടെയും ദിവ്യബോധനത്തിലൂടെയും അള്ളാഹു തൻ്റെ ദൗത്യം തുടരുന്നതായി മനസ്സിലായി. ബ്രസീലിൽ നിന്നുമുള്ള സംസ്ഥാന പാർലമെന്റ് അംഗമായ യൂറ മോറ പറയുന്നു, ഇസ്ലാമിൻ്റെ വിവേകപൂർണമായ ഉപദേശങ്ങൾ അറിഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. നമസ്കാര വേളയിലെ ദൃശ്യം വളരെ ഹൃദയസ്പർശിയായിരുന്നു. അതുപോലെ പാരായണം ചെയ്ത കവിതകൾ, നസം എൻ്റെ ഹൃദയത്തിൽ രൂഢമൂലമായി ആഴ്ന്നിറങ്ങി. ഇത് എനിക്ക് മറക്കാനാവാത്ത ഒരു അനുഭവമായിരുന്നു. കൂടാതെ അതിഥി സൽക്കാരത്തെക്കുറിച്ചുള്ള ഖലീഫയുടെ പ്രഭാഷണവും എന്നെ ഏറെ സ്വാധീനിച്ചു. 46,000 ആളുകൾ ഇവിടെ ഒത്തുകൂടി എന്നത് എന്നെ അത്ഭുതപ്പെടുത്തി. ചെറിയ കുട്ടികൾ പോലും ആളുകൾക്ക് വെള്ളം നൽകാൻ സ്വയം ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. ഇത് സൃഷ്ടി സേവനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും വികാരം, ഈ ഒരു വികാരം തർബിയത്ത് ലഭിച്ച, പരിശീലനം സിദ്ധിച്ച ഹൃദയങ്ങളിൽ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അഹമ്മദികൾ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നവരും മര്യാദയുള്ളവരും ആത്മാർത്ഥതയുള്ളവരുമാണ് എന്ന് ഇതിൽ നിന്നും എനിക്ക് മനസ്സിലായി. ഈ ജമാഅത്ത് ജനങ്ങൾക്കും രാജ്യങ്ങൾക്കും മതങ്ങൾക്കുമിടയിൽ അകലം സൃഷ്ടിക്കുന്നതിനു പകരം സ്നേഹവും വാത്സല്യവും കൊണ്ട് ഹൃദയങ്ങളെ ബന്ധിപ്പിക്കാനുള്ള പാഠം നൽകുന്നു. അഹമ്മദിയ ജമാഅത്ത് അത് നൽകുന്ന പാഠങ്ങൾ സ്വയം പ്രാവർത്തികമാക്കുന്നു എന്നതും തികച്ചും സത്യമാണ്. അത് ലോകത്തിനൊരു മാതൃകയാണ്. ഈ കാര്യങ്ങൾ കണ്ടപ്പോൾ എൻ്റെ ഹൃദയത്തിന് വലിയ ശക്തി ലഭിച്ചു. മനുഷ്യരാശിയെക്കുറിച്ചുള്ള എൻ്റെ ചിന്തകളും കൂടുതൽ മെച്ചപ്പെട്ടു. അദ്ദേഹം വീണ്ടും പറയുന്നു, നിങ്ങളുടെ മതം എൻ്റെ മതത്തിൽ നിന്ന് വ്യത്യസ്തമായിരിക്കാം, പക്ഷേ ഇത് മനുഷ്യരെ വേർതിരിക്കുന്നതിന് പകരം ബന്ധിപ്പിക്കുന്ന ഒരു മതമാണ്. നിങ്ങൾ എപ്പോഴും ഈ പ്രകാശത്തിൻ്റെ ഗോപുരമായി തുടരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ബ്രസീലിലും ലോകമെമ്പാടും അഹമ്മദിയ ജമാഅത്ത് സുരക്ഷിതമായിരിക്കട്ടെ, വളരുകയും പുരോഗമിക്കുകയും ചെയ്യട്ടെ. അഹമ്മദികൾ ലോകമെമ്പാടും ആത്മീയ മത വിദ്യാഭ്യാസ മാനവിക മേഖലകളിൽ എങ്ങനെയാണ് അവരുടെ പങ്ക് വഹിക്കുന്നത് എന്ന് നേരിട്ട് ഇവിടെ വന്ന് കാണാൻ ഞാൻ ആളുകളോട് പ്രത്യേകിച്ച് ബ്രസീലിയൻ ജനതയോട് പറയാൻ ആഗ്രഹിക്കുന്നു. ചിലിയിൽ നിന്നുള്ള റോസ്റ്റിയോ കാർട്ടസ് കാത്തോലിക്ക യൂണിവേഴ്സിറ്റിയിലെ തിയോളജി അഥവാ ദൈവശാസ്ത്രം, ഇന്റർഫെയ്ത്ത് ഡയലോഗ് അഥവാ മതങ്ങൾ തമ്മിലുള്ള സംഭാഷണം എന്നിവയിലെ പ്രൊഫസറാണ്. അവർ പല സർവമത സമ്മേളനങ്ങളിലും പങ്കെടുക്കാറുണ്ട്. ഈ വർഷം ജൽസയിൽ പങ്കെടുത്തു. അവർ പറയുന്നു, ജൽസയുടെ എല്ലാ വർഷങ്ങളും വളരെ മികച്ച രീതിയിൽ സസൂക്ഷ്മം സംഘടിപ്പിച്ചിരിക്കുന്നു. ഇതൊരു സമാനതകളില്ലാത്ത പരിപാടിയാണ്.
ശുചിമുറിയിൽ പോകേണ്ട ആവശ്യം വരാതിരിക്കുന്നതിനായി ആദ്യ ദിവസം കഴിയുന്നത്ര കുറച്ച് ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്യാനാണ് ഞാൻ ശ്രമിച്ചത്. കാരണം ലോകത്തിലെ മേളകളിൽ കാണുന്നത് പോലെ ഇത്രയും വലിയ ജനക്കൂട്ടം കാരണം ശുചിമുറികൾ, വാഷ്റൂമുകൾ വൃത്തിഹീനമായിരിക്കും, ഉപയോഗിക്കാൻ കൊള്ളാത്തതായിരിക്കും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നൊക്കെ അവർ വിചാരിച്ചു. ഈ ജൽസയിലും അങ്ങനെ ആയിരിക്കുമെന്ന് കരുതി. എന്തായാലും അവർക്ക് ശുചിമുറിയിൽ പോകേണ്ട ആവശ്യം വന്നപ്പോൾ അവിടെ കണ്ട കാഴ്ച അവരെ അത്ഭുതപ്പെടുത്തി. അവർ പറയുന്നു, എനിക്ക് അത്ഭുതമുണ്ടായി. അവർ പിന്നീട് ഞങ്ങളുടെ പ്രതിനിധിയോട് ഇക്കാര്യം പറയുകയും ചെയ്തു. നിങ്ങളുടെ ആളുകളുടെ ശുചിത്വ നിലവാരം സമാനതകളില്ലാത്തതാണ്. ശുചിമുറികൾ കാണുമ്പോൾ ഇതുവരെ അവ ആരും ഉപയോഗിക്കാത്തതുപോലെ തോന്നി. ചില ആളുകൾ, അതായത് നമ്മുടെ അഹമ്മദി സഹോദരങ്ങളിൽ ചിലർ ശുചിമുറികൾ വൃത്തിഹീനമായിരുന്നു എന്ന് പരാതിപ്പെട്ടിട്ടുണ്ട്. അഹമ്മദികളോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരെ സഹായിക്കണമെന്നാണ്. നിങ്ങൾ സ്വയം ഉപയോഗിച്ച ശേഷം അവ നന്നായി വൃത്തിയാക്കിയിട്ട് വേണം തിരിച്ചു പോകാനെന്നാണ്. ഓരോ അഹമ്മദിയും ഈ വിഷയത്തിൽ ശ്രദ്ധ ചെലുത്തിയാൽ ഈ നിലവാരം കൂടുതൽ മെച്ചപ്പെടുത്താൻ കഴിയും. അതുപോലെ അവർ ജമാഅത്തിന്റെ പരസ്പര സാഹോദര്യത്തെയും ഐക്യത്തെയും കുറിച്ച് സംസാരിച്ചു. പറഞ്ഞു, ഞങ്ങൾ ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് വന്ന ജമാഅത്തിൽ പെടാത്ത അതിഥികളായിട്ട് പോലും നിങ്ങളിലുള്ള ആളുകളായി മാറി, നിങ്ങളിൽ ഒരാളായി മാറി. നിങ്ങളുടെ ജലസയുടെ അന്തരീക്ഷത്തിന്റെ സ്വാധീനത്തിൽ ഞങ്ങളിലും ഇതേ ഒരു ആത്മാവ് സംജാതമായി. ജലസയ്ക്ക് മുമ്പ് ഞങ്ങൾക്ക് പരസ്പരം ലാറ്റിൻ അമേരിക്കന്മാരായിട്ടും പരസ്പരം അറിയുമായിരുന്നില്ല. ജലസ മുഖേന ഇപ്പോൾ ഞങ്ങൾ ഒരു കുടുംബം പോലെ ആയിരിക്കുന്നു. ബെനീനിൽ നിന്നും ഒരു വനിതാ അതിഥി, സാമൂഹ്യകാര്യ മന്ത്രിയായിരുന്ന ഷാംബി ആസം താരോ സാഹിബ നിലവിൽ നാഷണൽ അസംബ്ലി പ്രസിഡന്റിന്റെ പൊളിറ്റിക്കൽ ടെക്നിക്കൽ അഡ്വൈസറായി ജോലി ചെയ്യുന്നു. അവർ പറയുന്നു, ജൽസ സാലാനയിൽ പങ്കെടുക്കുന്നത് ഇത് എൻ്റെ ആദ്യത്തെ അനുഭവമാണ്. അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് വളരെ മികച്ച രീതിയിൽ സംഘടിപ്പിച്ച ഈ ആത്മീയ സംഗമത്തിൽ പങ്കെടുത്തതിന് ഞാൻ വളരെ നന്ദിയുള്ളവളാണ്. എനിക്ക് വളരെ ഊഷ്മളമായ സ്വാഗതം ഇവിടെ ലഭിച്ചു. വലിയ അച്ചടക്കം ഇവിടെ പാലിക്കപ്പെട്ടു. എല്ലാ ടീമുകളും അവരുടേതായ റോളുകൾ, പങ്കുകൾ വഹിച്ചു. ഖലീഫയുടെ സന്ദേശങ്ങൾ ഈ പരിപാടിയെ കൂടുതൽ മികവുറ്റതാക്കി. ഞാൻ ഇവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടാണ് പോകുന്നത്. ജൽസ സാലാന ഐക്യത്തിൻ്റെയും അഖണ്ഡതയുടെയും ഒരു പ്രതീകം കൂടിയാണ്. ഇവിടെ വിവിധ ഭാഷാ സമൂഹങ്ങളിലും സാംസ്കാരിക പശ്ചാത്തലങ്ങളിൽ നിന്നുമുള്ള സഹോദരി സഹോദരന്മാർ ഒരുമിച്ച് കൂടുന്നു. കൂടാതെ അള്ളാഹുവിൻ്റെയും വിശുദ്ധ ഖുർആന്റെയും ഒരേ സന്ദേശത്തിൽ ഇവർ ബന്ധപ്പെട്ടിരിക്കുന്നു. അവർ തുടർന്ന് പറയുന്നു, എന്നെ ഇത്രയും ഊഷ്മളമായി സ്വീകരിക്കുകയും എനിക്ക് സൗകര്യങ്ങൾ ഒരുക്കി തരികയും നല്ല രീതിയിൽ എന്നോട് പെരുമാറുകയും ചെയ്ത ഇവിടെയുള്ളവർക്ക് ദേശീയ അസംബ്ലിയുടെ പ്രസിഡന്റിൻ്റെയും ബെനിനിലെ ജനങ്ങളുടെയും ഭാഗത്തു നിന്നും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അർജന്റീനയിൽ നിന്നുള്ള ഒരു അതിഥി ഗ്യാസ്റ്റൺ കാംഫോ നിലവിൽ പോർച്ചുഗീസ് താമസിക്കുന്ന വ്യക്തിയാണ്. IPDAL എന്ന പ്രശസ്ത തിങ്ക് ടാങ്കിൻ്റെ ജനറൽ സെക്രട്ടറിയായി ജോലി ചെയ്യുന്നു. അദ്ദേഹം ഒരു കാത്തോലിക്കനാണ്. എന്നാൽ ഇസ്ലാമിലും അദ്ദേഹം താല്പര്യം വച്ചു പുലർത്തുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ജലസാവേളയിൽ നിങ്ങളുടെ ജമാഅത്തിൻ്റെ പല നല്ല ഗുണങ്ങളും കാണാൻ എനിക്ക് അവസരം ലഭിച്ചു. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങളുടെ യുവജനങ്ങൾ മതവുമായും സംഘടനയുമായി പ്രതിബദ്ധതയുള്ളവരും അവരുടെ ഉപദേശങ്ങൾ ഉറച്ച വിശ്വാസത്തോടെ പ്രാവർത്തികമാക്കുന്നവരുമാണ് എന്നാണ്. അതും അദ്ദേഹം പറയുന്നു, ഞങ്ങളുടെ സമൂഹത്തിൽ കൂടുതലും നാമധാരികളായ ക്രിസ്ത്യാനികളാണ്. അവർ അവരുടെ ഉപദേശങ്ങൾ പ്രാവർത്തികമാക്കുന്നില്ല. അതുപോലെ ഞങ്ങളുടെ കാത്തോലിക പരിപാടികളിൽ കൂടുതലും വയോധികരാണ്, പ്രായം ചെന്നവരാണ് വരുന്നത്. എന്നാൽ നിങ്ങളുടെ ജൽസയിൽ പങ്കെടുക്കുന്നവർ മാത്രമല്ല, പ്രധാനപ്പെട്ട സേവനങ്ങൾ ചെയ്യുന്നതും യുവജനങ്ങളാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഒരു വശത്ത് സന്തോഷം തോന്നിയെങ്കിലും അതേസമയം ഒരു കാത്തോലിക്കൻ എന്ന നിലയിൽ എനിക്ക് ലജ്ജയും തോന്നി. കാരണം നിങ്ങളിലുള്ള അച്ചടക്കത്തിൻ്റെ നിലവാരം ഞങ്ങളിലില്ല. നിങ്ങളുടെ ഖലീഫയെ ആളുകൾ ബഹുമാനിക്കുന്നതും ആദരിക്കുന്നതും അദ്ദേഹത്തോടുള്ള അവരുടെ ബന്ധം പ്രകടിപ്പിക്കുന്നതും മാതൃകാപരമാണ്. ഇറ്റലിയിൽ നിന്നുമുള്ള ഒരു അതിഥി യൂറോപ്യൻ പാർലമെൻറ്റിലെ
പാർലമെന്റിന്റെ ഇറ്റലിയിലെ ഔദ്യോഗിക പ്രസിഡൻസിയുടെ ഡയറക്ടറായ ജോർജിയ യാക്കോല സായിബയാണ്. പറയുന്നു, ഇതൊരു മതപരമായ സംഗമം മാത്രമായിരിക്കുമെന്ന് ഞാൻ കരുതി. പക്ഷേ എനിക്ക് തെറ്റുപറ്റി. ജൽസ സാലാന ആത്മാവിൽ ആഴമായ മുദ്ര പതിപ്പിക്കുന്ന ഒരു യഥാർത്ഥ വൈകാരിക അനുഭവമാണ്. വിശ്വാസം, സാഹോദര്യം, ആത്മീയത എന്നിവ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പുതുലോകത്തേക്ക് ഞാൻ പ്രവേശിച്ചതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു. ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ ഒരേ ലക്ഷ്യത്തിന് വേണ്ടി ഒത്തുകൂടുന്നത് കാണുന്നത് അള്ളാഹുവുമായും മനുഷ്യരാശിയുമായുമുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നത് എനിക്ക് വളരെ ആകർഷകമായ അനുഭവമായിരുന്നു. എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് ഇവിടെയുള്ള മികച്ച സംഘാടനവും എല്ലാ കാര്യങ്ങളും സന്നദ്ധ പ്രവർത്തകർ വഴിയാണ് നടന്നതെന്നുമാണ്. അതിൽ കുട്ടികളും യുവജനങ്ങളും സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെട്ടിരുന്നു. എല്ലാവരും വളരെ ദയയുള്ളവരും നല്ല സ്വഭാവമുള്ളവരുമായിരുന്നു. ഇതെല്ലാം അഹമ്മദിയ ജമാഅത്തിന്റെ സമാധാനം, സേവനം, നിസ്വാർത്ഥ സ്നേഹം എന്നിവയുടെ യഥാർത്ഥ സന്ദേശത്തിന്റെ ഒരു പ്രായോഗിക ചിത്രമാണ്. അവർ പറയുന്നു, എൻ്റെ ഹൃദയത്തിൽ എന്നേക്കുമായി പതിഞ്ഞൊരു നിമിഷം പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ ലഭിച്ച അവസരമാണ്. ആ നിശബ്ദത ആഴമായ അർത്ഥങ്ങളും ബന്ധങ്ങളും നിറഞ്ഞതായിരുന്നു. ജൽസ സാലാന എനിക്ക് വെറുമൊരു പരിപാടിയല്ല, മറിച്ച് സ്വയം വിലയിരുത്തുന്നതിനും മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണമെന്ന് ചിന്തിക്കുന്നതിനുമുള്ള ഒരു ക്ഷണമായിരുന്നു. അന്യരെയും ഇത് വളരെ നല്ല നിലയിൽ സ്വാധീനിക്കുന്നു എന്ന് ചുരുക്കം. കേപ്പ് വെർഡെ ദ്വീപിൻ്റെ തലസ്ഥാനമായ പ്രയയുടെ വൈസ് മേയർ ഫെർണാണ്ടോ പെന്തോ സാഹിബ് ജൽസയിൽ വന്നിരുന്നു. അദ്ദേഹം പറയുന്നു, ജൽസയെക്കുറിച്ചുള്ള എൻ്റെ വികാരങ്ങൾ വാക്കുകളാൽ പ്രകടിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. എനിക്ക് 65 വയസ്സായി. ഞാൻ ലോകത്ത് പല വലിയ കോൺഫറൻസുകളിലും പങ്കെടുത്തിട്ടുണ്ട്. എന്നാൽ ജൽസ പോലുള്ള ഇത്രയും വിപുലവും സംഘടിതവുമായ ഒരു കോൺഫറൻസിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല. 46,000-ൽ പരം ആളുകൾ ഇതിൽ പങ്കെടുത്തു. ഓരോ വ്യക്തിയും പരസ്പരം കാണുമ്പോൾ സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടിയായിരുന്നു പെരുമാറിയിരുന്നത്. എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗമാണെന്ന് തോന്നി, കുടുംബത്തിൻ്റെ ഭാഗമാണെന്ന് തോന്നി. ഈ ലോകത്ത് സമാധാനത്തിന് ദൈവത്തിൻ്റെ ആവശ്യമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അഹമ്മദിയ ജമാഅത്തിൻ്റെ സന്ദേശം ഞങ്ങളുടെ രാജ്യത്ത് വ്യാപിക്കണമെന്നും ഞങ്ങളുടെ നേതാക്കളിലേക്ക് ഈ സന്ദേശം എത്തണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തിലും അഹമ്മദിയ ജമാഅത്തിൻ്റെ മിഷനുകൾ തുറക്കണം. ഞാൻ ജമാഅത്തിൻ്റെ ഇമാമിൻ്റെ എല്ലാ പ്രഭാഷണങ്ങളും കേട്ടു. അവ എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു. ഈ സന്ദേശം ലോകത്തിലെ എല്ലാ നേതാക്കളും കേൾക്കണം. അങ്ങനെയായാൽ അവരും തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകുന്നതാണ്. ബെലീസിൽ നിന്നുമുള്ള നവാഗത അഹമ്മദി ഈഥൻ മെരിയോന സാഹിബ് പറയുന്നു, ജൽസയിൽ പങ്കെടുക്കുകയും ഖലീഫയെ കാണുകയും ചെയ്തതിലൂടെ എൻ്റെ വിശ്വാസം വർദ്ധിച്ചു. ഞാൻ എൻ്റെ അവസാന ശ്വാസം വരെ ഖലീഫയോട് കൂറുള്ളവനായിരിക്കും. ഞാൻ ഖിലാഫത്തിനെ സ്നേഹിക്കുന്നു. അദ്ദേഹം തുടർന്ന് പറയുന്നു, പാശ്ചാത്യ സമൂഹം ഞങ്ങളെ പഠിപ്പിക്കുന്നത് ആരെങ്കിലും നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവരത് ചെയ്യട്ടെ, അതിനുവേണ്ടി വിടുക എന്നാണ്. എന്നാൽ ഇവിടെ ഓരോ വ്യക്തിയും കൂടുതൽ മറ്റുള്ളവരെ സേവിക്കാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെ കൂടുതൽ അനുഗ്രഹം നേടാനാണ് ശ്രമിക്കുന്നത്. എല്ലാവരും തങ്ങളുടെ പരിധിയും തങ്ങളുടെ കഴിവിനും അപ്പുറം സഹായിക്കുന്നു. ഇത് പ്രായമോ തലമുറയോ ഒരു വിഷയമല്ല എന്ന് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. എല്ലാവരും പരസ്പരം സ്നേഹിക്കുന്നു, സേവനം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ആളുകളുമായി സംസാരിച്ചപ്പോൾ ഇവിടെയുള്ള ആളുകൾ അവരുടെ തൊഴിലിനേക്കാൾ സൃഷ്ടി സേവനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു എന്നത് വ്യക്തമായി. ഈ അനുഗ്രഹങ്ങൾ നേടുന്നതിനായി അവർ തങ്ങളുടെ ജോലികൾ ഉപേക്ഷിക്കുന്നതാണ് അവർക്ക് കൂടുതൽ പ്രധാനമായി തോന്നുന്നത്. അദ്ദേഹം പറയുന്നത്, ജൽസയ്ക്ക് ശേഷം എൻ്റെ ജീവിതത്തിലുണ്ടായ പരിവർത്തനം എന്നത് വളരെ അത്ഭുതകരമാണ്. ഖിലാഫത്തിൻ്റെ മൂല്യം അറിയാത്ത അവസ്ഥയിൽ നിന്നും ഖലീഫയോട് എൻ്റെ ഹൃദയത്തിൽ തീവ്രമായ അനുരാഗമുണ്ടാകുന്ന സ്ഥിതിവിശേഷത്തിലേക്കുള്ള ഈ യാത്ര ശരിക്കും സ്മർത്തവ്യമാണ്. എനിക്ക് മുമ്പ് ഖിലാഫത്തിൻ്റെ മൂല്യം അറിയില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ എനിക്ക് ഖിലാഫത്തിനോട് വലിയ സ്നേഹമുണ്ട്. ബെലീസിൽ കുറച്ചാളുകൾ ഒരിടത്ത് ഒരുമിച്ചാൽ പോലും തർക്കങ്ങൾ ഉടലെടുക്കാറുണ്ട്. ഞങ്ങളുടെ നഗരത്തിലെ ആകെ ജനസംഖ്യ 50,000 ആണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഇവിടെയും 50,000 ആളുകൾ പങ്കെടുത്തിരുന്നു. പക്ഷേ
പൂർണ്ണമായും ഇവിടെ സമാധാന അന്തരീക്ഷമായിരുന്നു. അദ്ദേഹം പറയുന്നു, വളരെ സംഘടിതമായ ക്രമീകരണങ്ങൾ, വളരെ സൂക്ഷ്മമായി ചിന്തിച്ചുണ്ടാക്കിയ ഓരോ ക്രമീകരണങ്ങളും, കുട്ടികൾ വെള്ളം നൽകുന്നത്, യുവജനങ്ങൾ പാർക്കിങ്ങിൽ കാറുകൾ വരിയിൽ നിർത്തുന്നത്, ഭക്ഷണം വിതരണം ചെയ്യുന്നത്, ശുചീകരണം, ഓരോ വ്യക്തിയും പൂർണ്ണമായ അർപ്പണബോധത്തോടും സ്നേഹത്തോടും കൂടി ജോലി ചെയ്യുന്നത്, ഇതെല്ലാം വളരെ ആകർഷകമായിരുന്നു. ഉന്നത തൊഴിൽ മേഖലകളിലുള്ള ഉദ്യോഗസ്ഥർ പോലും അഹംഭാവം കൂടാതെ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് കാണുന്നത് വളരെ ആകർഷണീയമായിരുന്നു. അവർ സേവനം ചെയ്യാൻ മാത്രമാണ് ആഗ്രഹിക്കുന്നത്. അള്ളാഹുവിൻ്റെ പ്രീതി നേടാൻ മാത്രമാണ് അവരുടെ ആഗ്രഹം. അതാണ് അവരുടെ ഈ പ്രവർത്തനങ്ങളുടെ പിറകിലുള്ള ചേതോവികാരം. യുവജനങ്ങളുമായി സംസാരിച്ചപ്പോൾ എല്ലാവരും വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം നൽകുന്നതായി എനിക്ക് മനസ്സിലായി. ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്നുള്ള ഒരു സീനിയർ പ്രൊഫസർ പീറ്റർ പീലിക്കാൻ ജലസയിൽ പങ്കെടുത്തു. അദ്ദേഹം ചെക്ക് റിപ്പബ്ലിക്കിലെ ഇസ്ലാമിക് സ്റ്റഡീസിലും ഫിഖിലും ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിലും വിദഗ്ധനാണ്. അദ്ദേഹം സർക്കാർ തലത്തിൽ വിവിധ സ്ഥാനങ്ങളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹം വിവിധ പത്രമാസികകളിൽ ലേഖനങ്ങൾ എഴുതുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഒരു സുന്നി മുസ്ലിമാണ്. അദ്ദേഹം പറയുന്നു, ഇത് എൻ്റെ രണ്ടാമത്തെ ജൽസയാണ്. ഞാൻ ആദ്യം ജർമ്മനിയിലെ ജൽസയിൽ പങ്കെടുത്തിരുന്നു. അവിടെ ഞാൻ കണ്ട അതേ ഉയർന്ന നിലവാരം ഇവിടെയും കണ്ടു. എന്നാൽ ഇവിടെ ഒരു അധിക കാര്യമുണ്ടായിരുന്നത് ഖലീഫയുടെ സാന്നിധ്യമാണ്. അത് എന്നെ വളരെ സ്വാധീനിച്ചു. ഞാൻ ലോകത്ത് പല സംഗമങ്ങളും പല എക്സിബിഷനുകളും കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ നിലവാരത്തിലുള്ള ഐക്യവും സ്നേഹവും സമാധാനപരമായ അന്തരീക്ഷവും ഞാൻ ആദ്യമായാണ് കാണുന്നത്. ഇവിടെ ഓരോ വ്യക്തിയുടെയും മുഖത്ത് പുഞ്ചിരിയും സേവന വികാരവും പ്രകടമായിരുന്നു. അത് അഹമ്മദിയ ജമാഅത്തിൻ്റെ ഉദാത്തമായ തർബിയത്തിൻ്റെ, ശിക്ഷണത്തിൻ്റെ നിദർശനമാണ്. ഖലീഫയുടെ ആദ്യ പ്രഭാഷണവും എനിക്ക് അപ്രതീക്ഷിതവും അത്ഭുതകരവുമായ അനുഭവമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ഖലീഫ എല്ലാ കാര്യങ്ങളും വളരെ വസ്തുനിഷ്ഠമായി സംസാരിച്ചു. അതിഥികളെക്കുറിച്ച് പറഞ്ഞു, അവരെ എങ്ങനെ ശ്രദ്ധിക്കണം, അവരുടെ ഹൃദയം ഒരു കണ്ണാടി സമാനമാണെന്നും അത് വളരെ ജാഗ്രതയോടെ പരിപാലിക്കണമെന്നും അവരെ ശ്രദ്ധിക്കണമെന്നും പറഞ്ഞു. പ്രവർത്തകർ ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കുകയും ശരിക്കും അവരുടെ കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധിച്ചു നടത്തുകയും ചെയ്യുകയുണ്ടായി. അദ്ദേഹം പറയുന്നു, സുരക്ഷാ ക്രമീകരണങ്ങളും മികച്ചതായിരുന്നു. എല്ലാ ജോലികളും വളരെ സംഘടിതമായ രീതിയിലാണ് നടന്നത്. യാതൊരു തടസ്സവും ഇല്ലാതെ ഈ ജോലികൾ നടന്നത് അത്ഭുതകരമായിരുന്നു. എല്ലാം വളരെ സുഗമമായിരുന്നു. മറ്റുള്ളവരും ഇവിടെ തീർച്ചയായും വരണം. അങ്ങനെ വന്ന് ഈ സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അന്തരീക്ഷം സ്വന്തം കണ്ണുകൊണ്ട് കാണുകയും അനുഭവിക്കുകയും ചെയ്യണം. ഇത് ഓരോ വ്യക്തിയും കുറഞ്ഞത് ഒരു തവണയെങ്കിലും നേടേണ്ട അനുഭവമാണ്. ഈ അനുഭവം കാരണം അഹമ്മദിയ ജമാഅത്തിൻ്റെ ഭാവി ശോഭനമാണ് എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഈ ജൽസ എൻ്റെ ഹൃദയത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് കൂടുതൽ ആഴവും വിശാലതയും സൃഷ്ടിച്ചു. ഞാനൊരു സുന്നി മുസ്ലിമാണെങ്കിലും ഞാൻ ഒരിക്കലും അഹമ്മദി സഹോദരങ്ങളെ ഇസ്ലാമിൻ്റെ വൃത്തത്തിന് പുറത്തുള്ളവരായി കണക്കാക്കിയിട്ടില്ല. ഇവിടെ എനിക്ക് വിവിധ ഭാഷകളിലുള്ള അഹമ്മദി പണ്ഡിതന്മാരുമായും സഹോദരങ്ങളുമായും നേരിട്ട് സംസാരിക്കാനും അവസരം ലഭിച്ചു. അവർ വളരെ ആത്മാർത്ഥതയോടെ ജമാഅത്തിൻ്റെ വിശ്വാസങ്ങളെയും ആശയങ്ങളെയും കുറിച്ച് എന്നെ അറിയിച്ചു. ഇതെനിക്ക് ഒരു മുസ്ലിം എന്ന നിലയിലും ചെക്ക് റിപ്പബ്ലിക്കിലെ പ്രൊഫസർ എന്ന നിലയിലും വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം പറയുന്നു, എനിക്ക് വോളണ്ടിയേഴ്സുമായും സന്നദ്ധ പ്രവർത്തകരുമായും സംസാരിക്കാൻ അവസരം ലഭിച്ചു. അതിൽ പ്രായമുള്ളവരും യുവജനങ്ങളും ഉണ്ടായിരുന്നു. ഞാൻ അവരെല്ലാവരോടും ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ സേവനം കാഴ്ചവെക്കുന്നത്? എല്ലാവരുടെയും ഉത്തരം ഏതാണ്ട് ഒന്നു തന്നെയായിരുന്നു. അവർ പറഞ്ഞത്, ഞങ്ങൾ ഈ സേവനം അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ടും ഹദരത്ത് മസീമൂദ് അലൈഹി ഇസ്ലാമിൻ്റെ അതിഥികൾക്ക് വേണ്ടിയും ഞങ്ങളുടെ സ്വന്തം ആത്മീയ പുരോഗതിക്കും നവീകരണത്തിനും വേണ്ടിയുമാണ് ചെയ്യുന്നതെന്നാണ്. ഒരു ഖാദിം പറഞ്ഞു, കഴിഞ്ഞ 15 വർഷമായി ഞാൻ ഈ വകുപ്പിൽ സേവനം ചെയ്യുന്നു. ഞാൻ ഒരു കുട്ടിയായിരുന്നപ്പോൾ മുതൽ എല്ലാ വർഷവും ജൽസയുടെ ദിവസങ്ങൾ ഹദരത്ത് മസീഹ് ഇസ്ലാമിൻ്റെ അതിഥികളെ സേവിക്കാൻ വേണ്ടി മാറ്റി നിർത്തുന്നു, വഖഫ് ചെയ്യുന്നു. ഈ സേവനങ്ങളെല്ലാം അവർ യാതൊരു ഭൗതിക പ്രതിഫലമോ അംഗീകാരമോ ആഗ്രഹിക്കാതെയാണ് ചെയ്യുന്നത്. എൻ്റെ കാഴ്ചപ്പാടിൽ ഖിലാഫത്ത് അവരുടെ ഹൃദയങ്ങളിൽ രൂഢമൂലമാക്കിയ ആ ഉയർന്ന ആത്മീയ പരിശീലനമാണിത്. അതുകൊണ്ടാണ്
ഓരോ പ്രവർത്തകനും ആത്മാർത്ഥതയും ത്യാഗവും സ്നേഹവും അവരുടെ സ്നേഹവും കാഴ്ചവെച്ചുകൊണ്ട് തങ്ങളുടെ സേവനങ്ങൾ നിർവഹിക്കുന്നത്. ഈ ആത്മാർത്ഥതയുള്ള സന്നദ്ധ പ്രവർത്തകരോട് എൻ്റെ ഹൃദയത്തിൽ വലിയ ബഹുമാനവും ആദരവുമുണ്ട്. അവർ ഏത് കാലാവസ്ഥയിലും ഏത് അവസ്ഥയിലും നിസ്വാർത്ഥമായി നിർലോഭമായി അവരുടെ കഴിവുകൾ സമർപ്പിക്കാൻ തയ്യാറാണ്. ഒരു പ്രൊഫസർ എന്ന നിലയിൽ അഹമ്മദിയ ജമാഅത്ത് വിദ്യാഭ്യാസത്തിനും പഠനത്തിനും എത്രമാത്രം പ്രാധാന്യം നൽകുന്നു എന്നത് എനിക്ക് സന്തോഷകരവും അത്ഭുതകരവുമായ ഒരു കാര്യമായിരുന്നു. ഞാൻ ബുക്ക് സ്റ്റാളുകളിൽ മണിക്കൂറുകളോളം ചെലവഴിച്ചു. ഞാൻ വിവിധ പുസ്തകങ്ങൾ സൂക്ഷ്മമായി വായിച്ചു. അവയുടെ നിലവാരം, ഉള്ളടക്കം, അക്കാദമിക ശൈലി എന്നിവ വളരെ മികച്ചതും പ്രശംസനീയവുമാണെന്ന് എനിക്ക് കാണാനായി. ഇതൊരു അത്ഭുതകരവും ആകർഷകവുമായ അക്കാദമിക സേവനമാണ്. ഇതുപോലെ അദ്ദേഹത്തിന് വേറെയും നല്ല വികാരങ്ങളും ചിന്തകളും ഉണ്ട്. അത് അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഫ്രഞ്ച് ഗയാനയിൽ നിന്നുള്ള നവാഗത് അഹമ്മദി അമീന മാല സിംഗ സാഹിബ് പറയുന്നു, ജൽസയിൽ എൻ്റെ ഹൃദയത്തെ ഏറ്റവും കൂടുതൽ സ്പർശിച്ച കാര്യം ഇവിടെയുള്ളവരുടെ പെരുമാറ്റവും അവരുടെ അതിഥി സൽക്കാരവുമാണ്. നിങ്ങൾ ക്ഷീണിതരാണെങ്കിൽ, നിങ്ങൾക്ക് ഇരിക്കാൻ ഒരു ഇടം വേണമെങ്കിൽ, അവിടെ മുമ്പേ ഇരിക്കുന്ന ആളുകൾ ഉടൻ തന്നെ എഴുന്നേറ്റ് നിങ്ങൾക്ക് തങ്ങളുടെ സ്ഥലം തരുമായിരുന്നു. ഒരുതരം സമാധാനവും സ്വാതന്ത്ര്യവും അനുഭവപ്പെട്ടു. ഒരു ആത്മീയ അന്തരീക്ഷം അത് വാക്കുകൾക്ക് അതീതമാണ് എനിക്കിവിടെ അനുഭവപ്പെട്ടു. എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച നിമിഷം ഖലീഫയെ കണ്ടതും അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയതുമാണ്. എൻ്റെ കണ്ണിൽ നിന്ന് അറിയാതെ കണ്ണുനീർ വരികയുണ്ടായി. തുടക്കത്തിൽ തന്നെ ഖിലാഫത്തിനോടുള്ള ഈ ബന്ധവും വിശ്വസ്തയും അള്ളാഹു തന്നെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. പുതിയ അഹമ്മദിയാണ്. ഒരു മനുഷ്യനും ഇത് സൃഷ്ടിക്കാൻ കഴിയില്ല. ബൾഗേറിയയിൽ നിന്നുള്ള ഒരു നവ അഹമ്മദി എവലീന സാഹിബ പറയുന്നു, ഞാൻ എൻ്റെ വീട്ടിലെ ഏക അഹമ്മദിയാണ്. ഞാൻ അഹമ്മദിയത്തിനെ കുറിച്ച് വളരെ ആഴത്തിൽ പഠിച്ചു. 3 വർഷത്തെ ഗവേഷണത്തിന് ശേഷം ഞാൻ അത് സ്വീകരിച്ചു. ഇത് UK-യിലെ എൻ്റെ ആദ്യത്തെ ജൽസയാണ്. ഇത് വളരെ ആത്മീയമായ ഒരു ജൽസയായിരുന്നു. ഈ ഒരു അവസരത്തിനായി ഞാൻ ദീർഘകാലമായി കാത്തിരുന്നതായിരുന്നു. UK-യിലെ ഏറ്റവും വലിയ ജൽസയാണിത്. കാരണം ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിൻ്റെ ഖലീഫ ഇതിൽ പങ്കെടുക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നു. അവർ പറയുന്നു, ഈ അനുഗ്രഹീത ദിനങ്ങളിൽ ഞാൻ സമാനതകളില്ലാത്ത ഒരു ആത്മീയ അന്തരീക്ഷത്തിൽ നിന്നും ആനന്ദം കരസ്ഥമാക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമാകാൻ എനിക്ക് അവസരം ലഭിച്ചു. ദൈവാർപ്പിതരുടെ ഇടയിൽ കഴിഞ്ഞപ്പോൾ ദൈവവുമായുള്ള എൻ്റെ ബന്ധം കൂടുതൽ ശക്തമായി. സാഹോദര്യത്തിൻ്റെ വികാരവും ഉയർന്ന ധാർമ്മികവും ആത്മീയവുമായ നിലവാരവും എല്ലാ വശങ്ങളിലും എന്നെ ആഴത്തിൽ സ്വാധീനിച്ചു. ഈ മഹത്തായ ജൽസ സംഘടിപ്പിക്കാൻ അക്ഷീണം പ്രയത്നിച്ച എല്ലാ പ്രവർത്തകർക്കും, സന്നദ്ധ പ്രവർത്തകർക്കും, സംഘാടകർക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ അഗാധതയിൽ നിന്ന് നന്ദി പറയുന്നു. എൻ്റെ ഈ അനുഭവം വളരെ മികച്ചതായിരുന്നു, വളരെ പ്രഭാവപൂർണമായിരുന്നു. കാരണം ഇവിടെ അതിഥികളുടെ സൗകര്യവും വിശ്രമവും വളരെ സൂക്ഷ്മതയോടെ പരിഗണിക്കപ്പെട്ടു. ഈ അനുഗ്രഹീത ജൽസയുടെ അവസാനം ഞാൻ കൂടുതൽ ശക്തമായ വിശ്വാസത്തോടും കൂടുതൽ ശരിയായ അറിവോടും യഥാർത്ഥ ഇസ്ലാമുമായി എൻ്റെ ബന്ധം ഉറപ്പിച്ചു എന്ന ബോധ്യത്തോടും കൂടിയാണ് വീട്ടിലേക്ക് മടങ്ങുന്നത്. എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച നിമിഷം ഖലീഫത്തുൽ മസീഹ് ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിൻ്റെ ആഗമനത്തെക്കുറിച്ച് നടത്തിയ പ്രഭാഷണമാണ്. അതിനെക്കുറിച്ച് നമ്മുടെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്തതാണ്. ഞാൻ ഈ വിഷയത്തിൽ മുമ്പ് വിചിന്തനം നടത്തിയിട്ടുണ്ടെങ്കിലും ഖലീഫയുടെ വാക്കുകൾ എനിക്ക് ഒരു പുതിയ ഉൾക്കാഴ്ച നൽകുകയും മുമ്പ് എൻ്റെ മുന്നിൽ വരാത്ത പുതിയ തലങ്ങൾ അത് കാണിച്ചു തരികയും ചെയ്തു. പ്രസ്തുത പ്രഭാഷണം ഖാത്തമുൻ നബിയിന് ശേഷം ആരെങ്കിലും വരാനുള്ള സാധ്യതയെക്കുറിച്ച് ചില എതിരാളികൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കും സംശയങ്ങൾക്കും ശക്തവും യുക്തിസഹവുമായ മറുപടിയായിരുന്നു. ഈ പ്രഭാഷണം എൻ്റെ ചിന്തകൾ വികസിപ്പിക്കാനും എൻ്റെ ഉൾക്കാഴ്ച ആഴത്തിലാക്കാനും എൻ്റെ കാഴ്ചപ്പാട് കൂടുതൽ സമഗ്രമാക്കാനും സഹായിച്ചു. അവർ തുടർന്ന് പറയുന്നു, എൻ്റെ ഹൃദയത്തിൽ ആഴമായ സ്വാധീനം ചെലുത്തിയ മറ്റൊരു പ്രസംഗം വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്നതിൻ്റെ തെളിവുകളാണ്. ഈ ആധുനിക കാലഘട്ടത്തിലെ എതിർപ്പുകൾക്ക് വളരെ യുക്തിസഹവും തെളിവുകളോടുകൂടിയതും വ്യക്തവുമായ രീതിയിൽ മറുപടി നൽകിയത് കേട്ടപ്പോൾ എനിക്ക് ആശ്വാസം ലഭിക്കുക മാത്രമല്ല, ഖുർആന്റെ സത്യത്തെ ആരെങ്കിലും കടന്നാക്രമിക്കുമ്പോൾ ആ ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ എനിക്ക് ഒരു പുതിയ ആത്മവിശ്വാസം ലഭിക്കുകയും ചെയ്തു. ഈ ആളുകളിൽ ഉണ്ടാകുന്ന ഒരു പുതിയ വികാരമാണിത്. ബ്രസീലിൽ നിന്നുള്ള ഒരു അതിഥി, പത്രപ്രവർത്തകനും സംസ്ഥാന പാർലമെന്റ് അംഗത്തിന്റെ സെക്രട്ടറിയുമായ ഈഗോർ ലുക്കാസ് പറയുന്നു, ജൽസയിലെ പരിപാടികളിൽ
സമയനിഷ്ഠ പ്രശംസാർഹമായിരുന്നു. ഇത് വളരെ നല്ലൊരു കാര്യമാണ്. അഹമ്മദി ജമാഅത്തിലെ അംഗങ്ങളുടെ അതിഥി സൽക്കാരവും ആത്മാർത്ഥതയും വളരെ ആകർഷകമാണ്. ഭക്ഷണം മുതൽ ശുചിമുറികൾ ഉപയോഗിക്കുന്നതുവരെ, യാത്ര മുതൽ ജൽസ സ്ഥലത്തേക്കുള്ള പ്രവേശന കവാടത്തിലും അതുപോലെ പുറത്തു കടക്കാനുള്ള വഴികളിൽ വരെ അതിഥികൾക്ക് എല്ലായ്പ്പോഴും മുൻഗണന നൽകിയിരുന്നു. ഈ അന്തരീക്ഷം മനുഷ്യന് ഐക്യത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പാഠങ്ങൾ നൽകുന്നു. ഭക്ഷണം പാഴാക്കുന്നത് ഒഴിവാക്കാൻ ഗൗരവമായ ശ്രമങ്ങൾ നടത്തുന്നതോടൊപ്പം തന്നെ എല്ലാവർക്കും ഭക്ഷണം വളരെ ഉദാരമായി നൽകുന്നു എന്നതും എന്നെ ഏറെ ആകർഷിച്ചു. ഇന്തോനേഷ്യയിൽ നിന്നുള്ള ഒരു അതിഥി, പുരോഹിതനായ ഫാദർ ഗോമാർ ഗുൾട്ടോം, ഇന്തോനേഷ്യൻ ചർച്ചസ് കമ്മ്യൂണിറ്റിയിലെ മുൻ ചെയർമാനാണ്, പറയുന്നു, എനിക്ക് അഹമ്മദിയത്തിനെ കുറിച്ച് അറിയാമായിരുന്നു. എന്നാൽ ഈ ജൽസയിലൂടെ ഞാൻ അഹമ്മദിയത്തിനെ കുറിച്ച് കൂടുതൽ നന്നായി മനസ്സിലാക്കി. അതായത് അഹമ്മദിയത്ത് കാദ്യാനിലെ ഒരു കുഗ്രാമത്തിൽ നിന്നാരംഭിച്ച ഒരു ആത്മീയ പ്രസ്ഥാനമാണ്. എന്നാൽ ഇപ്പോൾ അത് ഒരു ആഗോള പ്രസ്ഥാനമായി മാറിയിരിക്കുന്നു. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള അഹമ്മദി സുഹൃത്തുക്കൾ അള്ളാഹുവുമായി ബന്ധം സ്ഥാപിക്കാൻ ഒരേ വികാരത്തോടെ ഇവിടെ വന്നത് ഞാൻ കണ്ടു. ആകർഷകമായ മറ്റൊരു കാര്യം അള്ളാഹുമായുള്ള മനുഷ്യന്റെ ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിന് ഊന്നൽ നൽകുന്നു എന്നതാണ്. ഇത് പലരും അവഗണിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇവിടെ ഒരു അടിസ്ഥാനപരമായ കാര്യമായി ഇത് മാറുന്നു. അദ്ദേഹത്തിന് ഇതുപോലുള്ള മറ്റ് പല നല്ല അഭിപ്രായങ്ങളും ഉണ്ട്. ഐസ്ലാൻഡിൽ നിന്നുള്ള ഒരു അതിഥി, യൂണിവേഴ്സൽ പീസ് ഫെഡറേഷന്റെ ചെയർമാനായ നാൻഡ് കിസ്സറോ സാഹിബ പറയുന്നു, മത്തായി സുവിശേഷം 7:16 എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് അവരെ അവരുടെ ഫലങ്ങളിൽ നിന്ന് തിരിച്ചറിയാൻ സാധിക്കുമെന്നാണ്. ഈ വാക്കുകൾ ജൽസ സാലാന 2025 എനിക്ക് വളരെ ഫലപ്രദവും ജീവനുള്ളതുമായ ഒരു യാഥാർത്ഥ്യമായി തോന്നി. ജൽസയിൽ പങ്കെടുത്തവരുടെ തിളങ്ങുന്നതും സന്തോഷം നിറഞ്ഞതുമായ മുഖങ്ങൾ കണ്ടപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വലിയ സ്വാധീനമുണ്ടായി. എൻ്റെ കാഴ്ചപ്പാടിൽ അള്ളാഹുവിൻ്റെ തൃപ്തി തേടി ഒത്തുകൂടിയ ഈ ദാസന്മാരുടെ ഐക്യം കണ്ട് ദൈവം സന്തോഷിക്കുന്നു, കർത്താവ് സന്തോഷിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ അടയാളമായിരുന്നു ഇത്. ആഫ്രിക്കയിൽ മാനുഷിക സേവനങ്ങൾ ചെയ്യുന്ന ഹ്യൂമാനിറ്റി ഫസ്റ്റ് എന്ന സംഘടനയിലെ ഒരു പ്രവർത്തകൻ പറഞ്ഞു, ഈ സേവനം മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുക മാത്രമല്ല, അത് അവരെ അള്ളാഹുവുമായി കൂടുതൽ അടുപ്പിക്കുകയും ചെയ്യുന്നു. ഇത് വിശ്വാസം പ്രായോഗികമായി പ്രകടിപ്പിക്കുന്നതിൻ്റെ ശക്തമായ ഓർമ്മപ്പെടുത്തലാണ്. അദ്ദേഹത്തിന് ഇതുപോലുള്ള മറ്റു പല അഭിപ്രായങ്ങളുമുണ്ട്. കാസിഖ്സ്ഥാനിൽ നിന്നുള്ള ഒരു അനഹമ്മദി അതിഥി സ്വാലി സാഹിബ് പറയുന്നു, ഞാൻ കാസക്കിസ്ഥാനിയാണ്. ആദ്യമാണ് ജൽസയിൽ പങ്കെടുക്കുന്നത്. പല ഭൗതിക പരിപാടികളിലും കോൺഫറൻസുകളിലും പങ്കെടുക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടുത്തെ പങ്കെടുത്തവരുടെ എണ്ണം എന്നെ വളരെ ആകർഷിച്ചു. അതുപോലെ വിവിധ രാജ്യങ്ങളിൽ നിന്നും വെറും നന്മ ഉദ്ദേശിച്ച് നന്മയുടെ വാക്കുകൾ കേൾക്കുന്നതിന് വേണ്ടി ഇത്രയധികം ആളുകൾ ഇവിടെ വന്നത് എന്നെ ആകർഷിച്ചു. ലോകത്ത് ആളുകൾ എങ്ങനെ സമാധാനത്തോടെയും സൗഹാർദ്ദത്തോടെയും ജീവിക്കണം, വെറുപ്പിൻ്റെ വികാരങ്ങൾ എങ്ങനെ ഇല്ലാതാക്കണം, സ്നേഹത്തിന് എങ്ങനെ മേൽക്കോയ്മ ഉണ്ടാകണം എന്നിവയായിരുന്നു അവരുടെ ലക്ഷ്യം. വനിതകളുടെ പദവി ഉയർത്തുന്നതിനെക്കുറിച്ചുള്ള ഖലീഫയുടെ വാക്കുകൾ വളരെ മികച്ചതായിരുന്നു. ഈ ജൽസയുടെ മുദ്രാവാക്യം ലവ് ഫോർ ഓൾ ഹേറ്റഡ് ഫോർ നൺ, എല്ലാവരോടും സ്നേഹം ആരോടുമില്ല വെറുപ്പ് എന്നതായിരുന്നു. കൂടാതെ ഇവിടെയുള്ളവരുടെ ഐക്യം നമ്മൾ എല്ലാവരും ഒന്നായിരിക്കണം, ഒറ്റക്കെട്ടായിരിക്കണം എന്നതിൻ്റെ സൂചന നൽകുന്നു. ഞാൻ ഇതുപോലുള്ള വാക്കുകൾ മുമ്പ് കേട്ടിട്ടില്ല. ഇതെല്ലാം എൻ്റെ ആത്മാവിൽ പ്രതീക്ഷ നേടി. അവർ അനഹമ്മദിയായിരുന്നു. പറയുന്നു, ഞാൻ ആദ്യം അഹമ്മദിയത്തിനെ എതിർത്തിരുന്നു. എന്നാൽ ഈ അന്തരീക്ഷം കണ്ടപ്പോൾ ഞാൻ കുറഞ്ഞപക്ഷം എതിർപ്പ് ഉപേക്ഷിക്കുകയും അതുപോലെ അഹമ്മദിയത്തിനെ പിന്തുണക്കാൻ തുടങ്ങുകയും ചെയ്യുന്നതാണ്. ഓസ്ട്രേലിയയിൽ നിന്നുമുള്ള ഇസ്ലാമിക് സ്റ്റഡീസ് അധ്യാപകനായ മുഷ്താഖ് സഹീർ നേസ സാഹിബ് പറയുന്നു, ജൽസ സാലാനയിൽ ഞാൻ നാലുപാടും സത്യവിശ്വാസികളാണ് കണ്ടത്. എല്ലാവരും വളരെ സൗഹൃദം പ്രകടിപ്പിച്ചു. ഇസ്ലാമിനെ സേവിക്കാൻ അവർക്ക് പ്രത്യേകമായ ഒരു വികാരമുണ്ടായിരുന്നു. ഖലീഫയുടെ വാക്കുകൾ എന്നെ വളരെ ആകർഷിച്ചു. നിലവിൽ മുഖ്യധാര മുസ്ലിം പണ്ഡിതന്മാർ താടി നീട്ടി വളർത്തുന്നതും പ്രത്യേകമായ വസ്ത്ര രീതിയും മാത്രമാണ് ഇസ്ലാം എന്ന് വിചാരിക്കുന്നു. അവർ പേരിനും മാത്രമുള്ള മുസ്ലിങ്ങളാണ്. എന്നാൽ അഹമ്മദിയ ജമാഅത്ത് മാത്രമാണ് ഇസ്ലാമിനെ ആത്മാർത്ഥമായി സേവിക്കുന്ന ഒരേ ഒരു സമൂഹം.
ഇതൊരു പക്ഷേ 200 വർഷത്തിനുള്ളിൽ ലോകത്ത് ആധിപത്യം സ്ഥാപിക്കുന്നതാണ്. പറയുന്നു, ഞാനൊരു സുന്നി മുസ്ലിമാണ്, എന്നാൽ അഹമ്മദിയ ജമാഅത്തിന്റെ സ്ഥാപകൻ ശരിക്കും ഒരു വിശുദ്ധ വ്യക്തിയായിരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അദ്ദേഹം കാലത്തിന്റെ മുജദ്ദിദായിരുന്നു എന്നാണ്. അദ്ദേഹം ഇത് അംഗീകരിക്കുന്നു. എന്നാൽ ഇപ്പോഴും ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്നും വാഗ്ദത്ത മഹദിയും മസീഹുമായി അദ്ദേഹത്തെ അംഗീകരിക്കുന്നതിൽ എനിക്കിപ്പോഴും അല്പം ആശങ്കയുണ്ട്, ആശയക്കുഴപ്പത്തിലാണെന്നും പറയുന്നു. എന്നിരുന്നാലും ഞാൻ അതിനെക്കുറിച്ച് ഗവേഷണം നടത്തിയാണ്. എന്തായാലും അദ്ദേഹം ഈ ദിശയിലേക്ക് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. കുറഞ്ഞ പക്ഷം അദ്ദേഹം ഒരു തൽപ്രകൃതനാണ്. ഞാൻ ചിന്തിക്കാൻ തയ്യാറല്ല എന്ന് അദ്ദേഹം പറഞ്ഞ് ദിഖാനം കാണിക്കുന്നില്ല, മറിച്ച് ഞാൻ ചിന്തിക്കുന്നതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ക്രിസ്തു മതത്തിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച ഒരു ബൾഗേറിയക്കാരനായ പുതിയ അഹമ്മദി അലിസ്റ്റാർ റൂഡി സാഹിബ് പറയുന്നു, ജൽസയിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് എനിക്ക് ഇവിടെയുള്ള ജൽസയുടെ ഉടനീളം ഈ അന്തരീക്ഷത്തിന്റെ ഭാഗമാകാൻ സാധിക്കുമോ എന്ന ഒരു ആശങ്കയുണ്ടായിരുന്നു. കാരണം ഞാനൊരു പുതിയ ആളാണ്, എൻ്റെ സംസ്കാരവും ഭാഷയും തികച്ചും വ്യത്യസ്തമാണ്. എന്നാൽ ഞാൻ ഇവിടെ കണ്ട ഐക്യവും സ്നേഹവും ലോകത്ത് മറ്റെവിടെയും എനിക്ക് ദർശിക്കാനായില്ല. ലോകത്തിൻ്റെ എല്ലാ കോണിൽ നിന്നും വന്ന ആളുകളെ ഞാൻ കണ്ടുമുട്ടി. എന്നാൽ എല്ലാവരും ഒരേ കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണ് എനിക്ക് തോന്നിയത്. അവർ പരസ്പരം പരിചയമില്ലാഞ്ഞിട്ടുകൂടി ചിരിച്ചുകൊണ്ടാണ് പരസ്പരം കണ്ടുമുട്ടിയത്. ചിലപ്പോൾ മനുഷ്യന്റെ വിശ്വാസത്തിലും ഭക്തിയിലും സംശയങ്ങളുടെയോ അശ്രദ്ധയുടെയോ പൊടി പിടിക്കുന്നു. ജൽസ സാലാനയിൽ പങ്കെടുക്കുന്നതിലൂടെ ഹൃദയത്തിനും ആത്മാവിനും വീണ്ടും ശുദ്ധി ലഭിക്കുന്നു. ഒരു പുതിയ ആത്മീയ ജീവിതം ആരംഭിക്കുന്നത് പോലെയാണത്. ഈ അനുഭവം ആത്മാവിന് നവോന്മേഷം നൽകുകയും ഹൃദയത്തെ ശാന്തിയും സമാധാനവും കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്നു. ജോർജിയയിൽ നിന്നുള്ള റോലാൻഡ് ഷംവാറ്റെ പറയുന്നു, ജൽസയിലെ സമാധാനപരമായ അന്തരീക്ഷം, പ്രഭാഷണങ്ങൾ, ഖലീഫയുടെ പ്രഭാഷണങ്ങൾ എന്നിവ ആത്മീയതയിൽ പുരോഗതി നൽകുന്നതിൽ വലിയ പങ്കുവഹിക്കുന്നു. അതിഥി സൽക്കാരത്തെക്കുറിച്ചുള്ള ഇസ്ലാമിക അധ്യാപനങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന ജുമാ ഖുതുബ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതുപോലെ സ്ത്രീകളെക്കുറിച്ചുള്ള ഖലീഫയുടെ പ്രസംഗവും എന്നെ വളരെ ആകർഷിച്ചു, എന്നെ വളരെയധികം സ്വാധീനിച്ചു. പറയുന്നു, ഞാൻ ജോർജിയൻ മുസ്ലിമും യൂണിവേഴ്സിറ്റി ലെക്ചറുമാണ്. 2 വർഷം മുമ്പ് എനിക്ക് ജോർജിയയിലെ മികച്ച അധ്യാപകനുള്ള അവാർഡ് ലഭിച്ചു. എൻ്റെ മേഖലയും വിദ്യാഭ്യാസമാണ്. നിങ്ങളുടെ ജമാഅത്ത് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഈ വർഷം ഇസ്ലാം മത തത്വജ്ഞാനം എന്ന മസീഹ് ഇസ്ലാമിൻ്റെ ഗ്രന്ഥം ഇംഗ്ലീഷിൽ നിന്നും ജോർജിയൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചു. വിവർത്തനം ചെയ്യുമ്പോൾ എനിക്ക് വളരെയധികം ആനന്ദാനുഭൂതി ഉണ്ടായി എന്ന് മാത്രമല്ല, ഞായറാഴ്ച ഖലീഫയുടെ സമാപന പ്രഭാഷണത്തിൽ നിങ്ങളെ വെറുപ്പോടെ നോക്കുന്ന മറ്റ് മുസ്ലിങ്ങളുടെ വ്യാജ ആരോപണങ്ങൾക്ക് ഇസ്ലാമിൻ്റെ മനോഹരമായ അധ്യാപനങ്ങളുടെ മറുപടി നൽകിയത് എന്നെ ഹഠാത് ആകർഷിച്ചു. അതുപോലെ ആഗോള ഭയത്തിൻ്റെ ചടങ്ങ് വളരെ ആകർഷണീയമായിരുന്നു, എന്നെ വളരെയധികം സ്വാധീനിച്ചു. ഇന്ന് ഇസ്ലാമിനെക്കുറിച്ച് ഒരു നെഗറ്റീവ് ചിത്രമാണ് അവതരിപ്പിക്കപ്പെടുന്നത്, ഒരു നെഗറ്റീവ് ഇമേജാണ് നൽകപ്പെടുന്നത്. ആർക്കെങ്കിലും ഇസ്ലാമിൻ്റെ മനോഹരമായ അധ്യാപനങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ അവർ ഈ ജൽസയിലേക്ക് വന്ന് സ്നേഹം, സാഹോദര്യം, സമാധാനം എന്നിവയുടെ അന്തരീക്ഷത്തിന് ദൃക്സാക്ഷികളാകുകയും ഇവിടെ വന്ന് ഇത് നേരിട്ട് അനുഭവിച്ചറിയുകയും വേണം. അതുപോലെ കോൺഗ്രസ്മാൻ സെൻ റിക്കാർഡോയുടെ ഭാര്യ ജസിക ഗാർസിയ പറയുന്നു, ഞാൻ ഗാർഹിക പീഡനത്തിനെതിരായ വകുപ്പിൽ ജോലി ചെയ്യുന്നു. ഖലീഫ തൻ്റെ പ്രഭാഷണത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള ശാരീരിക പീഡനത്തെക്കുറിച്ച് മാത്രമല്ല വൈകാരിക പീഡനത്തെക്കുറിച്ചും സംസാരിച്ചത് കേട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. പറയുന്നു, അന്ന് എനിക്ക് ഒരു ചോദ്യത്തിന് ഉത്തരം ലഭിച്ചിരുന്നില്ല, അത് അപൂർണമായിരുന്നു. അതായത് ഇങ്ങനെ ഒരു സ്ത്രീക്ക് എന്തെങ്കിലും നേരിടേണ്ടി വന്നാൽ അവർ എവിടെ നിന്ന് സഹായം തേടും. തുടർന്ന് ഞാൻ അവരോട് പറഞ്ഞു, അവരുമായി കണ്ടുമുട്ടി. ജമാഅത്തിന് ഒരു സംവിധാനമുണ്ട്, അവർക്ക് പറഞ്ഞു കൊടുത്തു. അവർക്കും അങ്ങനെയുള്ളവർക്ക് ഖലീഫയുമായും അങ്ങനെ ജമാഅത്തിൻ്റെ സംവിധാനവുമായും ബന്ധപ്പെടാം. അപ്പോൾ ജമാഅത്ത് അവരെ സഹായിക്കുന്നതാണ്, മറ്റു വഴികളും ഉപയോഗിക്കാവുന്നതാണ്. ഈ കാര്യങ്ങളെല്ലാം കേട്ടപ്പോൾ എനിക്ക് ആശ്വാസം തോന്നി. കൂടാതെ ഖലീഫയ്ക്ക് ജമാഅത്തിലെ അംഗങ്ങളുമായി വ്യക്തിപരമായ ബന്ധമുണ്ടെന്ന കാര്യത്തിലും എനിക്ക് ആശ്വാസം തോന്നി. ചിലർ ഖലീഫ പറഞ്ഞ ചില കാര്യങ്ങളിൽ എതിർപ്പുന്നയിക്കാറുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകളെ പ്രഹരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞ കാര്യം.
അത് വളരെ നീണ്ട വിശദീകരണം അർഹിക്കുന്ന ഒരു വിഷയമാണ്, പ്രത്യേകം ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. കൂടാതെ അതിലുള്ള വ്യവസ്ഥകൾ പൂർത്തിയാക്കാൻ പോലും കഴിയാത്തതാണ്. ആ വ്യവസ്ഥകൾ പൂർത്തിയാക്കുമ്പോഴേക്കും അടിക്കേണ്ട സാഹചര്യം തന്നെ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് അതൊരു വിദൂര സാധ്യത മാത്രമാണ്. അതിനെക്കുറിച്ച് ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളുണ്ട്. സ്വീഡനിൽ നിന്നുള്ള ഒരു അറബ് ലജ്ന പറയുന്നു, ജൽസ സാലാന ഒരു വലിയ വീട് പോലെയാണ്. അത് മുഴുവൻ കുടുംബത്തെയും ഉൾക്കൊള്ളുന്നു. സ്വീഡനിൽ വളരെ കുറച്ച് അറബ് അഹമ്മദികൾ മാത്രമേ ഉള്ളൂ. എന്നാൽ ജൽസ സാലാനയിൽ വന്നപ്പോൾ അറബ് ടെന്റ് എന്ന് കേട്ടപ്പോൾ ഒരു പ്രത്യേക സമാധാനവും അടുപ്പവും തോന്നുകയുണ്ടായി. മറ്റ് അറബ് സഹോദരി സഹോദരന്മാരെ കണ്ടുമുട്ടിയപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഇതെന്നെ വളരെ ആകർഷിച്ചു. അതുപോലെ ഖലീഫയുമായിട്ടുള്ള കൂടിക്കാഴ്ചയും വളരെ നല്ല അനുഭവമായിരുന്നു. അള്ളാഹു പങ്കെടുത്ത എല്ലാ അതിഥികളുടെയും ഹൃദയം കൂടുതൽ വിശാലമാക്കുകയും അവർക്ക് അഹമ്മദിയത്തിനെയും യഥാർത്ഥ ഇസ്ലാമിനെയും മനസ്സിലാക്കാൻ സാധിക്കുകയും കാലഘട്ടത്തിൻ്റെ ഇമാമിനെ അവർ അംഗീകരിക്കുന്നവരാകുകയും ചെയ്യട്ടെ. നവ അഹമ്മദികളുടെയും ഈമാനും ഇഖ്ലാസും വിശ്വാസവും ആത്മാർത്ഥതയും വർദ്ധിപ്പിക്കുമാറാകട്ടെ. അതുപോലെ എല്ലാ അഹമ്മദികൾക്കും ജലസയിൽ കണ്ടതും കേട്ടതും പ്രാവർത്തികമാക്കാൻ അള്ളാഹു സൗഭാഗ്യമരട്ടെ. അവർ അതിനെ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കട്ടെ. ദീനിനെ ദുനിയാവിനേക്കാൾ മുന്തിക്കുന്നവരാകട്ടെ. ഈ വികാരം എപ്പോഴും നിലനിൽക്കട്ടെ. എല്ലാ അഹമ്മദികളും ജൽസയുടെ അനുഗ്രഹങ്ങളിൽ നിന്ന് എപ്പോഴും ഭാഗഭാക്കാകട്ടെ. കൂടാതെ അവരുടെ സ്വന്തം ആത്മാവിനെയും ചുറ്റുപാടുകളെയും സംസ്കരിക്കാൻ അവർ പൂർണ്ണമായി ശ്രമിക്കുന്നവരാകട്ടെ. ഇത് സംബന്ധിച്ച പ്രസ് റിപ്പോർട്ട്, പത്രവാർത്തകളുടെ ഹ്രസ്വ റിപ്പോർട്ടും ഞാനിവിടെ കേൾപ്പിക്കാം. ഇറ്റലിയിലെ ഒരു പ്രസ് റിപ്പോർട്ടിൽ പറയുന്നത്, യൂറോപ്യൻ പാർലമെൻറ്റിൻ്റെ ഔദ്യോഗിക സർക്കാർ ഏജൻസിയായ യൂറോപ്യൻ കമ്മ്യൂണിക്കേഷൻസ് ന്യൂസ് ഏജൻസി ഈ ജൽസ സാലാനയുടെ ചില പ്രധാന സെഷനുകൾ തത്സമയം സംപ്രേഷണം ചെയ്യുകയും വിവിധ അഭിമുഖങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു എന്നാണ്. ഇതുവരെ 60 പത്രങ്ങളിലും മറ്റ് പത്ര ഏജൻസികളിലും ജൽസയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ ഓൺലൈൻ ഇൻഫ്ലുവൻസേഴ്സ് എൻ്റെ ഒരു സന്ദേശം നൽകിയിട്ടുണ്ട്. ഇറ്റലിയിൽ നിന്ന് വന്ന 2 പത്രപ്രവർത്തകർക്ക്, ജേർണലിസ്റ്റുകൾക്ക് സോഷ്യൽ മീഡിയയിൽ ഏകദേശം 1.5 ദശലക്ഷം ഫോളോവേഴ്സ് ഉണ്ട്. അവർ ജമാഅത്തിനെ കുറിച്ച് നല്ല രീതിയിൽ റിപ്പോർട്ട് നൽകുകയുണ്ടായി. ജമാഅത്തിൻ്റെ പ്രസ് ആൻഡ് മീഡിയ വിഭാഗം നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഏകദേശം 50 ദശലക്ഷം ആളുകൾ ഓൺലൈൻ വെബ്സൈറ്റുകളിൽ ഇത് കാണുകയുണ്ടായി. ഏകദേശം 49 വെബ്സൈറ്റുകളുണ്ട്. പത്രങ്ങളിൽ 17 ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചു. പ്രിൻ്റ് മീഡിയയിൽ പേപ്പറുകളിലും അത് ദശലക്ഷക്കണക്കിന് ആളുകൾ വായിച്ചു. റേഡിയോയിൽ 25 പരിപാടികളുണ്ടായിരുന്നു. അതിൽ 20 ദശലക്ഷം ആളുകൾ ശ്രോതാക്കളായി. ടി വിയിൽ ജൽസയെക്കുറിച്ച് റിപ്പോർട്ട് നൽകി. ഏകദേശം 5 ദശലക്ഷം ആളുകൾ ഇത് കണ്ടു. അതുപോലെ മാധ്യമ സ്ഥാപനങ്ങളും പത്രപ്രവർത്തകരും പ്രശസ്ത വ്യക്തികളും സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് ഒരുപാട് എഴുതി. സോഷ്യൽ മീഡിയയിലൂടെ 14 ദശലക്ഷം ആളുകളിലേക്ക് ഈ വാർത്ത എത്തി. ദൈവകൃപയാൽ ഇതെല്ലാം കൂട്ടിച്ചേർത്താൽ ഏകദേശം 100 ദശലക്ഷം ആളുകളിലേക്ക് ഈ വാർത്ത എത്തി. പ്രധാന മാധ്യമ സ്ഥാപനങ്ങൾ ITV, LBC, ദ ടൈംസ്, ദ ഗാർഡിയൻ, ടെലിഗ്രാഫ്, ഡെയിലി മെയിൽ, ഇൻഡിപെൻഡൻറ്റ്, BBC അൽ അറബി, 21, ഡെയിലി എക്സ്പ്രസ്, ലണ്ടൻ ഈവനിംഗ് സ്റ്റാൻഡേർഡ്, ദ ന്യൂ അറബ് എന്നിവ ഉൾപ്പെടുന്നു. ഇതുപോലുള്ള മറ്റ് നിരവധി മാധ്യമങ്ങളും ഈ വാർത്ത നൽകി. MT ആഫ്രിക്കയിലൂടെ എൻ്റെ പ്രഭാഷണങ്ങൾ വിവിധ ചാനലുകളിൽ സംപ്രേഷണം ചെയ്തിരുന്നു. ജൽസ സാലാനയുടെ സംപ്രേക്ഷണം കണ്ടതിന് ശേഷം 50-ലധികം ആളുകൾ പുതുതായി ബയ്യത്ത് ചെയ്യുകയുണ്ടായി. ജൽസ സാലാനയുടെ സംപ്രേക്ഷണം 22 നാഷണൽ റീജിയണൽ TV ചാനലുകൾ ഉണ്ടായിരുന്നു. 304 മണിക്കൂർ സംപ്രേഷണം ഉണ്ടായിരുന്നു. 65 ദശലക്ഷം ആളുകളിലേക്ക് ഇങ്ങനെ സന്ദേശമെത്തി. ജൽസയുമായി ബന്ധപ്പെട്ട് റേഡിയോ സ്റ്റേഷനുകളിൽ 91 വ്യത്യസ്ത റിപ്പോർട്ടുകൾ സംപ്രേഷണം ചെയ്തു. ഈ വഴിയിലൂടെ 16 ദശലക്ഷം ആളുകളിലേക്ക് സന്ദേശമെത്തി. മറ്റ് വിവിധ മാധ്യമ സ്ഥാപനങ്ങളിലൂടെ 47 റിപ്പോർട്ടുകൾ സംപ്രേഷണം ചെയ്തു.
വിവിധ മാധ്യമ സ്ഥാപനങ്ങളിലൂടെ 47 റിപ്പോർട്ടുകൾ സംപ്രേഷണം ചെയ്തു. അതിലൂടെ 150 ദശലക്ഷം ആളുകളിലേക്ക് സന്ദേശമെത്തി. MTA ആഫ്രിക്കയിൽ നിന്നുള്ള ഒരു റിപ്പോർട്ട് ഇതാണ്. മാലിയിലെ ഒരു മിഷണറി എഴുതുന്നു, ജലസയുടെ 3-ാം ദിവസം എനിക്ക് ആത്മീയമായ ഒരു കാഴ്ച കാണാൻ സാധിച്ചു. രാവിലെ കനത്ത മഴയായിരുന്നു. ഇന്ന് പള്ളിയിൽ ആരും വരില്ലെന്ന് തോന്നി. എന്നാൽ ആഗോള ബൈഅത്ത് ചടങ്ങിന് തൊട്ടു മുമ്പ് കുറച്ച് ആളുകൾ, അതിൽ പുതിയ അഹമ്മദികളും ഉൾപ്പെട്ടിരുന്നു, മഴയിൽ നടന്നിട്ടോ അല്ലെങ്കിൽ സൈക്കിളിലോ പള്ളിയിലെത്തി. അവർ പൂർണ്ണമായും നനഞ്ഞു കുതിർന്നിരുന്നു. അപ്പോൾ മിഷണറി അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് വീട്ടിലിരുന്ന് റേഡിയോയിൽ ഇത് കേൾക്കാമായിരുന്നില്ലേ? മഴയല്ലേ? അപ്പോൾ എന്തിനാണ് നിങ്ങൾ മഴയിൽ വന്നതെന്ന് ചോദിച്ചപ്പോൾ ഒരു നവ അഹമ്മദി ഇപ്രകാരം മറുപടി പറഞ്ഞു, ഞങ്ങൾക്ക് വീട്ടിലിരുന്ന് കേൾക്കാമായിരുന്നു, എന്നാൽ അപ്പോൾ ഖലീഫയെ ഞങ്ങൾക്ക് സ്വന്തം കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയില്ലായിരുന്നു. ആ സന്തോഷം മറ്റൊന്നിലും ലഭിക്കില്ല. ആഗോള ബൈഅത്തിന്റെ നൂറും ദിവ്യപ്രകാശവും അനുഗ്രഹങ്ങളും നഷ്ടപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിച്ചില്ല. അതുകൊണ്ടാണ് മഴയിൽ നനഞ്ഞിട്ടാണെങ്കിലും ഞങ്ങൾ പള്ളിയിൽ വന്നത്. അള്ളാഹു ഇവരെല്ലാവരുടെയും വിശ്വാസവും ദൃഢനിശ്ചയവും വർദ്ധിപ്പിക്കുമാറാകട്ടെ. നമസ്കാരത്തിന് ശേഷം ഞാൻ ഒരു ജനാസ ഗായിബ് നമസ്കാരം നിർവഹിക്കുന്നതാണ്. ഇത് ഗസയിലെ ബഹുമാനപ്പെട്ട അബ്ദുൽ കരീം ജമാൽ പൗദേ സാഹിബിൻ്റെതാണ്. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യത്തിന്റെ വെടിവെപ്പിൽ അദ്ദേഹം രക്തസാക്ഷിയായി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പരേതന്റെ സഹോദരൻ പറയുന്നു, അദ്ദേഹത്തിന് 45 വയസ്സുണ്ടായിരുന്നു. വിവാഹിതനായിരുന്നു. 4 പെൺമക്കളും 2 ആൺമക്കളുമാണുള്ളത്. മൂത്ത മകന് 16 വയസ്സും ഇളയ കുട്ടിക്ക് 2.5 വയസ്സുമാണ് പ്രായം. അദ്ദേഹം ഗസ മുനമ്പിലെ ജമാലിയ പ്രദേശത്താണ് താമസിച്ചിരുന്നത്. അദ്ദേഹം ഒരു യാഥാസ്ഥിക മുസ്ലിം കുടുംബത്തിലാണ് വളർന്നത്. 11ാം ക്ലാസ്സിന് ശേഷം വീട്ടിലെ ചെലവുകൾക്ക് വേണ്ടി പിതാവിനെ സഹായിക്കാൻ പിതാവിനോടൊപ്പം കെട്ടിട നിർമ്മാണ ജോലിയിൽ ചേർന്നു. അദ്ദേഹത്തിന് ആകെ 11 സഹോദരന്മാരുണ്ടായിരുന്നു. അതിൽ 2ാമനാണ് അദ്ദേഹം. പിന്നീട് അദ്ദേഹം ഒരു ലോഹ വർക്ക്ഷോപ്പ് തുറന്നു. അത് ഇസ്രായേലി ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായി. 2013 തൻ്റെ സഹോദരൻ വഴിയാണ് അദ്ദേഹം ജമാഅത്തിനെ കുറിച്ച് അറിയുന്നത്. അപ്പോൾ തന്നെ അദ്ദേഹം ബൈഅത്ത് ചെയ്തു. അദ്ദേഹം ജമാഅത്തുമായി നിരന്തരമായി ബന്ധം പുലർത്തിയിരുന്നു. വളരെ സജീവ പ്രവർത്തകനും സത്യസന്ധനുമായിരുന്നു. ജമാഅത്തുമായുള്ള ബന്ധം കാരണം ഗസയിലെ സുരക്ഷാ ഏജൻസികൾ അദ്ദേഹത്തെ പലതവണ ചോദ്യം ചെയ്യുകയും വിവിധ അന്വേഷണങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വരികയും ചെയ്തു. എന്നാൽ അദ്ദേഹം തൻ്റെ നിലപാടുകൾ ഒരിക്കലും മാറ്റിയില്ല. അദ്ദേഹം ജമാഅത്തിൽ നിന്ന് പിറകോട്ടടിച്ചില്ല. ജമാഅത്തുമായുള്ള ബന്ധം തുടർച്ചയായി നിലനിർത്തി. 2025 ഈ അധിനിവേശ സൈന്യം അദ്ദേഹത്തിൻ്റെ വീട് തകർത്തു. അതിനുശേഷം അദ്ദേഹം വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത്. പിന്നീട് ഗസ മുനമ്പിലെ അടുത്ത കാലത്തെ ക്ഷാമത്തിന് ശേഷം മരിച്ചയാൾ ഈ പരേതൻ ദുരിതാശ്വാസ സാമഗ്രികൾ വിതരണം ചെയ്യുന്ന സ്ഥലത്ത് പോയി. ഒരു സൈനിക ഉദ്യോഗസ്ഥൻ ആട്ട ഉൾപ്പെടെയുള്ള ദുരിതാശ്വാസ സാമഗ്രികൾ അവിടേക്ക് പ്രവേശിക്കാൻ അനുമതി നൽകിയപ്പോൾ അവിടെ ഒരു വലിയ ജനക്കൂട്ടത്തിന് തടിച്ചുകൂടി. ജനക്കൂട്ടം ഇസ്രായേൽ സൈന്യത്തിന്റെ വളരെ അടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിയപ്പോൾ ഇസ്രായേൽ സൈന്യം നിരായുധരായ ആളുകൾക്ക് നേരെ ശക്തമായി വെടിയുതിർത്തു. അതിൻ്റെ ഫലമായി എൻ്റെ സഹോദരൻ്റെ അടുത്ത് ഒരു വ്യക്തിക്ക് പരിക്കേറ്റു. എൻ്റെ സഹോദരൻ അദ്ദേഹത്തെ സഹായിക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു വെടിയുണ്ട എൻ്റെ സഹോദരൻ്റെ നെഞ്ചിൽ പതിച്ചു. അതിനെ തുടർന്ന് അദ്ദേഹം സംഭവ സ്ഥലത്ത് തന്നെ രക്തസാക്ഷിയായി. എൻ്റെ സഹോദരൻ സഹായിക്കാൻ ശ്രമിച്ച പരിക്കേറ്റ വ്യക്തി പിന്നീട് പറഞ്ഞത് എൻ്റെ സഹോദരൻ രക്തസാക്ഷിത്വത്തിന് മുമ്പ് 3 തവണ ഷഹാദത്ത് കലിമ ചൊല്ലി എന്നാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും മറ്റ് പ്രവാചകന്മാരുടെയും സുന്നത്തിലാണ് അദ്ദേഹം മരണമടഞ്ഞത് എന്നാണ്. അദ്ദേഹം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിലും ഇമാം മഹദിയുടെ ബയ്യത്തിലും ഉറച്ചു നിന്നുകൊണ്ടാണ് മരിച്ചത് എന്നതിൽ ഞങ്ങൾക്ക് ആശ്വാസമുണ്ട്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അദ്ദേഹം ആത്മാർത്ഥതയും സത്യസന്ധതയുമുള്ള വ്യക്തിയായിരുന്നു. UK ഹ്യൂമാനിറ്റി ഫസ്റ്റ് എന്ന സംഘടനയുടെ ചുമതല വഹിക്കുന്ന ഇൻചാർജായ ഡോക്ടർ ഹഫീസ് സാഹിബ് പറയുന്നു, 2021 നവംബറിൽ ഞാൻ ജമാഅത്ത് സന്ദർശിക്കുന്നതിനായി ഗസ ഹ്യൂമാനിറ്റി ഫസ്റ്റിന്റെ പര്യടനവേളയിൽ ഗസയിൽ പോയപ്പോൾ അബ്ദുൽ കരീം സാഹിബിനെ കണ്ടു. ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ വളരെ ആത്മാർത്ഥതയും
വിശ്വസ്തതയുമുള്ള ഒരു അഹമ്മദി മുസ്ലിമായിട്ടാണ് എനിക്ക് തോന്നിയത്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ പദവി ഉയർത്തുകയും അദ്ദേഹത്തിൻ്റെ കുട്ടികളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله